ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ളയുടെ കലിമത്തുൽ ഇഖ്ലാസ് വ തഹ്ഖീഖു മഅനാഹ എന്ന റിസാലയിൽ കഴിഞ്ഞ ദർസിൽ സലീമായ ഖൽബുള്ളവർക്കാണ് നാളെ പരലോകത്ത് രക്ഷയുണ്ടാവുക, അഥവാ ഒരു വക്രതയില്ലാത്ത, കളങ്കമില്ലാത്ത, ശിർക്കിൻ്റെയും മഅസിയത്തുകളുടെയും ചെറിയ അംശങ്ങളിൽ നിന്ന് പോലും ശുദ്ധിയായിട്ടുള്ള അങ്ങനെയുള്ള ഖൽബിൻ്റെ ഉടമകൾക്കാണ് പരലോകത്ത് ഉപകാരമുണ്ടാവുക, രക്ഷയുണ്ടാവുക എന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ള അതിൻ്റെ തുടർച്ചയായി പറയുകയാണ്, أول ما تسعر به النار من الموحدين العباد المراؤون بأعمالهم. ഇവിടെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകളുടെ, തൗഹീദുള്ള ആളുകളുടെ വിഷയമാണ് ചർച്ച. അങ്ങനെയുള്ള ആളുകളിൽ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളാണോ അല്ലയോ എന്നാണ് നമ്മൾ ഈ റിസാലയുടെ ആരംഭം മുതൽ ചർച്ച ചെയ്യുന്നത്. അപ്പം അതിൽ പറയാണ്, തൗഹീദുള്ള ആളുകളിൽ, മുവഹിദീങ്ങളിൽ ആദ്യം നരകത്തിൽ കിടക്കുന്ന ആളുകൾ, ഷിർക്കിന്റെ ആളുകളെ പറ്റിയിട്ടല്ല, മുവഹിദങ്ങളായിട്ടുള്ള ആളുകളിൽ ആദ്യം നരകത്തിൽ കിടക്കുന്ന ആളുകൾ അൽ ഉബ്ബാദുൽ മുറാഊന ബിഅമാലിഹിം, അവരുടെ കർമ്മങ്ങൾ റിയാഓടുകൂടി ചെയ്യുന്ന, മറ്റുള്ളവരെ കാണാൻ വേണ്ടി ലോകമാന്യതയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ് മുവഹിദീങ്ങളിൽ ആദ്യം നരകത്തിൽ കിടക്കുന്നവർ. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പ്രശസ്തമായ ഒരു ഹദീസ്. അതിനെപ്പറ്റി ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് തുടർന്ന് പറയാണ്, വഅവ്വലുഹും അൽ ആലിമു വൽ മുജാഹിദു വൽ മുതസദ്ദിഖു ലിദ്ദിയാ. മുവഹിദീങ്ങളിൽ, തൗഹീദിന്റെ ആളുകളിൽ ആദ്യം നരകത്തിൽ കിടക്കുന്ന ആളുകൾ ആലിമായിരിക്കും, അറിവുള്ള ഒരാളായിരിക്കും, ദീന് പഠിച്ചിട്ടുള്ള, ഖുർആൻ പഠിച്ചിട്ടുള്ള, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ. രണ്ടാമത്തേത് വൽ മുജാഹിദു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് ഷഹീദായി കൊല്ലപ്പെട്ട വ്യക്തി. മൂന്നാമത് വൽ മുതസദ്ദിഖു ലിദ്ദിയാഇ, ആളുകൾ കാണാൻ വേണ്ടി, ഈ മൂന്ന് കാര്യങ്ങളും, ആളുകൾ കാണാൻ വേണ്ടി സ്വതക്ക കൊടുക്കുന്ന ആളുകൾ, ധാരാളം സ്വതക്ക ചെയ്യുന്ന ആൾ. ഈ മൂന്ന് ആളുകളും ചെയ്ത കർമ്മം മഹത്തരമാണ്. പക്ഷേ ഈ മൂന്നും ദിയാഇന്, ആളുകൾ കാണാൻ വേണ്ടി ചെയ്തത് കൊണ്ടാണ് ആദ്യമായി ഈ നരകത്തിൽ കിടക്കുന്ന ആളുകൾ കൂട്ടരായത്. അതായത് നരകത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്തിൽ എത്തുന്ന ആളുകൾ ആരാണോ, ആദ്യം പ്രവേശിക്കുന്ന ആളുകൾ ആരാണോ, അവരോട് സാദൃശ്യമായി പിഴച്ച രീതിയിൽ കർമ്മങ്ങൾ ചെയ്ത ആളുകളാണ് നരകത്തിൽ ആദ്യം കിടക്കുക. അപ്പോൾ ഈ മൂന്ന് കർമ്മങ്ങൾക്കും നാളെ സ്വർഗത്തിൽ ഒരു മുൻഗണനയുണ്ട്. ആദ്യം പ്രവേശിക്കുന്ന ആളുകൾ പെടുന്ന ആളുകളാണ്. അപ്പോൾ നരകത്തിൽ അവരോട് സാമ്യത തോന്നുമാർ ആളുകളുടെ മുമ്പിൽ കാണിക്കുകയും, എന്നാൽ ഇഖ്ലാസ് ഇല്ലാതെ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്ത ആളുകളായിരിക്കും ആദ്യം നരകത്തിൽ പ്രവേശിക്കുക മുവഹിദീങ്ങളിൽ, തൗഹീദുള്ള ആളുകളിൽ. ലിഅന്ന യസീറ റിയാഇ ശിർക്കുൻ, ചെറിയ രൂപത്തിലുള്ള റിയാ, നിസാരമായി തോന്നുന്ന റിയാ, അത് ഷിർക്കിൽപ്പെട്ടതാണ്, ഷിർക്കിന്റെ ഭാഗമാണ്. റിയാ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഷിർക്കുൻ അസ്ഗർ, ചെറിയ ഷിർക്ക് എന്നാണ്. മാ നളറൽ മുറാഇ ഇലൽ ഖൽഖി ഫി അമലിഹി ഇല്ലാ ലിജഹ്ലിഹി ബിഅളമത്തിൽ ഖാലിഖ്. ഒരു മുറാഇ അഥവാ റിയാ ഉള്ളവൻ, കർമ്മങ്ങൾ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്ന ഒരാൾ, ആളുകളെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാ ലിജഹ്ലിഹി ബിഅളമത്തിൽ ഖാലിഖ്, അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ചുള്ള ജഹ്ല് കൊണ്ടാണ്. അള്ളാഹുവിന് എത്ര ഗാംഭീര്യം കൊടുക്കണം, എത്ര മഹത്വം കൊടുക്കണം എന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഒരാൾ ആളുകൾ കാണാൻ വേണ്ടി, ആളുകളുടെ തൃപ്തി നേടാൻ വേണ്ടി, ആളുകളുടെ പ്രശസ്തി നേടാൻ വേണ്ടി എല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നത്. അൽ മുറായി, എന്നിട്ട് ഈ റിയാവ് ചെയ്യുന്നവന് രണ്ട് ഉപമകൾ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയുകയാണ്. ഒന്നാമത്തേത്
ഒരു ഉപമ, അൽ മുറാഇ യുസവ്വിറു തവാഖിഅ അല ഇസ്മിൽ മലിക്. ഒരു റിയാ ഉള്ളവൻ, അവന്റെ ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന്റെ ഒപ്പ് അത് അവൻ കള്ള ഒപ്പിടും. രാജാവിന്റെ കള്ള ഒപ്പ് അവനിടും. ലിയഖുദൽ ബറാഖീല ലിനഫ്സിഹി, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, ലാഭങ്ങൾ അവന്റെ സ്വന്തത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട്. വയൂഹിമു അന്നഹു മിൻ ഖാസത്തിൽ മലിക്, അവൻ തോന്നിപ്പിക്കും, അല്ലെങ്കിൽ അവന് തോന്നും, അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ അവൻ സ്വയം ഒരു ധാരണയിലാവും, രാജാവിന്റെ ആളാണ് ഞാൻ എന്ന നിലക്ക് അവന് തോന്നും. അവൻ കള്ളൊപ്പിട്ട് ഇടുകയാണ്. വഹുവ മാ യഅരിഫുൽ മലിക ബിൽ കുല്ലിയ, അവൻ യഥാർത്ഥത്തിൽ രാജാവിനെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല, അവൻ അറിയുക തന്നെയില്ല. അതായത് അള്ളാഹുവിന് അവകാശപ്പെട്ട ഒരു കാര്യത്തിൽ മറ്റുള്ള ആരെങ്കിലും കാണിക്കുന്നത് അവന്റെ വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടമോ കാര്യങ്ങളോ ആയിരിക്കും, ആളുകൾ മുമ്പിൽ അറിയപ്പെടണം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവൻ ആ കാര്യം ചെയ്യുന്നത്. മറ്റൊരു ഉപമ, നഖശൽ മുറാഇ അല ദിർഹമി അസ്സാഇഫ് ഇസ്മൽ മലിക്, അവനൊരു കള്ള നാണയം ഉണ്ടാക്കിയിട്ട് ആ നാണയത്തിൽ രാജാവിന്റെ പേര് കുത്തിവെക്കും. ലിയറൂജ, അതുകൊണ്ട് ആളുകൾ ക്രയവിക്രയം നടത്തണം, അവന്റെ ആ നാണയം കൊണ്ട് ആളുകൾ ക്രയവിക്രയം നടത്താൻ വേണ്ടിയിട്ട്. വൽബഹ്റജു മാ യജൂസു ഇല്ലാ അലാ ഗൈരി നാഖിദ്, എന്നാൽ നാണയത്തെ വേർതിരിച്ചറിയുന്ന ഒരാൾക്ക് ഈ കള്ള നാണയം ഒരിക്കലും, കള്ള നാണയം ആരും ഉപയോഗിക്കുള്ളൂ, അതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്ത ആളുകൾക്ക് അത് ഉപയോഗിക്കുകയുള്ളൂ, അറിവുള്ള ആളുകൾ അത് ഉപയോഗിക്കുകയില്ല. അതായത് അള്ളാഹുവിനെ കാണിക്കുകയാണെന്ന് കള്ളമായി കൊത്തിവെച്ചിരിക്കുകയാണ്. അവൻ യഥാർത്ഥത്തിൽ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത ആളുകൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇവൻ ഇഖ്ലാസോട് കൂടി ചെയ്യാൻ നല്ല ആളാന്ന് വിചാരിക്കുകയുള്ളൂ. പക്ഷെ അള്ളാഹുവിന് കൃത്യമായി ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാം, ഇഖ്ലാസും നിഫാഖും വേർതിരിച്ചറിയാം, റിയാവും ഇഖ്ലാസും വേർതിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ അതിനൊരു വിലയുണ്ടാവില്ല. അപ്പൊ റിയാ ഉള്ളവന്റെ അവസ്ഥ ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കർമ്മങ്ങളിൽ എളുപ്പത്തിൽ കടന്നു വരാകുന്ന ഒരു കാര്യമാണ് റിയാ എന്നുള്ളത്. റിയാവിനെ തൊട്ടുള്ള ഭയം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. റിയാവിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ ഉള്ളിലുണ്ടോ എന്നുള്ളത്. എന്തിനു വേണ്ടിയാണ് ഞാൻ ഇൽമു നേടുന്നതാവട്ടെ, ഖുർആൻ പഠിക്കുന്നതാവട്ടെ, ഖുർആൻ പാരായണം ചെയ്യുന്നത്, നിസ്കരിക്കുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ദഅവത്ത് ചെയ്യുന്നത്, എന്ത് നന്മയാണെങ്കിലും അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ സ്വയം എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നു, വബഅദ അഹ്ലി ദിയാ യദ്ഖുലു النار അസ്ഹാബു ശഹവാത്ത്. അപ്പൊ ആദ്യം മുവഹിദീങ്ങളിൽ നരകത്തിൽ കടക്കുക, അഥവാ തൗഹീദുള്ള ആളുകൾ, അവർക്ക് നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളിൽ എങ്ങനെയാണ് പ്രവേശിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ ആദ്യം കിടക്കുന്ന ആളുകൾ റിയാ, ശിർക്ക്, നസ്ഗർ സംഭവിച്ചിട്ടുള്ള ആളുകളായിരിക്കും. രണ്ടാമത്തെ കൂട്ടം ആളുകൾ അസ്ഹാബു ഷഹവാത്ത്, ഷഹവത്തിന്റെ ആളുകൾ, അഥവാ പാപങ്ങളിൽ മുഴുകിയിട്ടുള്ള കർമ്മങ്ങൾ, അതിൽ ധാരാളം പാപങ്ങൾ സംഭവിച്ചിട്ടുള്ള ആളുകൾ, അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനങ്ങളിലും യഥാർത്ഥ രൂപത്തിൽ പാലിക്കാൻ പറ്റാത്ത ആളുകൾ. അബീദുൽ ഹവ, അതുപോലെ തന്നെ ഹവയെ ആരാധിച്ചിരുന്നവർ. നമ്മൾ ഈ ദർശന്റെ മുമ്പത്തെ 2 ദർശം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹവയെ ഇലാഹായി കാണുന്ന ആളുകൾ എന്നുകൊണ്ട് ഉദ്ദേശം അവന്റെ ഹവ എന്താണോ പറയുന്നത് അതുപോലെ അവൻ ചെയ്യും, അതനുസരിക്കും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ അഥവാ പാപികൾ. അല്ലദീന അതാഉ ഹവാഹും, സ്വന്തം ഇച്ഛയെ അനുസരിച്ചിരുന്നവർ. ഇന്ന കാര്യം ചെയ്യാം, ഇന്ന പാപം ചെയ്യാം എന്ന് സ്വന്തത്തിൽ തോന്നിക്കഴിഞ്ഞാൽ ഒന്നും അവരെ തടയില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമോ, അള്ളാഹു കാണുന്നുണ്ട് എന്നോ, പരലോകം ഒന്നും തടയാതെ എന്താണോ ഹവക്ക് തോന്നുന്നത്, ഇച്ഛയ്ക്ക് തോന്നുന്നത് അതനുസരിച്ച് എല്ലാം പ്രവർത്തിക്കുന്നവർ. വഅസൗ മൗലാഹും, അവരുടെ മൗലയെ അഥവാ യജമാനനെ ധിക്കരിച്ച ആളുകൾ. ഫഅമ്മ അബീദുല്ലാഹി ഹഖ്ഖൻ, എന്നാൽ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ആരാധിക്കുന്ന അടിമകൾ എന്ന് പറഞ്ഞാൽ, ഫയുഖാലു ലഹും, അവരോട് നാളെ പരലോകത്ത് പറയപ്പെടും. എന്നിട്ട് സൂറത്തുൽ ഫജ്റിലെ അവസാനത്തെ ആയത്തുകൾ കൊടുക്കുകയാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞിട്ടുള്ള, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും വിരോധനങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് നഫ്സിനെ പരിശീലിപ്പിച്ചെടുത്ത, നഫ്സിനോട് ജിഹാദ് ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായി നിലനിർത്തി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിന് ഒഴിവായി പരിശീലിപ്പിച്ചെടുത്ത നഫ്സാൻ നഫ്സുൽ മുത്മഇന്ന, അതിന്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകളെ വിളിക്കും. എന്നിട്ട് പറയും, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങിക്കൊള്ളുക, തൃപ്തിപ്പെടുന്ന, അള്ളാഹു തആല തൃപ്തിപ്പെട്ടിട്ടുള്ള, നിനക്കും തൃപ്തികരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന അവസ്ഥയിൽ. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളിൽ പ്രവേശിച്ചു കൊള്ളുക. അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞ ആരാണ്? നഫ്സുൽ മുത്മഇന്ന, നഫ്സിനെ പരിശീലിപ്പിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളിലും വിരോധനങ്ങളിലും പിടിച്ചു നിർത്തിയ ആളുകൾ.
അതിന്റെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയും. അപ്പോൾ ആദ്യം മുവഹിദീങ്ങളിൽ നരകാവകാശികളാകുന്ന, ഖുലൂദില്ല നമ്മൾ മനസ്സിലാക്കണം, പക്ഷെ നരകശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന പാപങ്ങൾ സംഭവിച്ചിട്ടുള്ള ആളുകൾ അതിൽ ആദ്യം കിടക്കുന്നവർ റിയായിന്റെ ആളുകളായിരിക്കും. രണ്ടാമത് കിടക്കുന്നവർ തന്റെ ശഹ്വത്തുകൾക്ക് അനുസരിച്ച് പാപങ്ങൾ മുഴുകിയ ആളുകൾ, വ്യഭിചാരിയാകാം, മദ്യപാനിയാകാം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഹറാമുകൾ ചെയ്തിട്ടുള്ള ആളാകാം, ഏത് തരത്തിലാണെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള ആളുകളായിരിക്കും യഥാർത്ഥത്തിൽ രക്ഷപ്പെടുക നഫ്സുൽ മുത്മഇന്നത്തുള്ള ആളുകളാണ്. എന്നിട്ട് പറയാണ് നാറു ജഹന്നമ തൻഫിഉ ബിനൂരി ഈമാനിൽ മുവഹിദീൻ. എന്നാൽ യഥാർത്ഥത്തിൽ ആ തൗഹീദ് സാക്ഷാത്കരിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ഈമാനിന്റെ പ്രകാശം കൊണ്ട് നരകത്തിന്റെ തീ കെടുന്നതാണ്. നരകത്തിന്റെ തീ കെടുന്നതാണ്. അതായത് തൗഹീദ് യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കുന്ന, ചെറിയ ശിർക്കിന്റെ ഇനങ്ങളോ മാസിയത്തുകൾ തുടരുന്ന അവസ്ഥയോ ഒന്നും ഇല്ലാത്ത തൗഹീദ് തഹ്ഖീഖ് ചെയ്ത ആളുകൾ അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ആ ആശയത്തെ അറിയിച്ചതാണ്. അവരുടെ ഈമാനിന്റെ ആ പ്രകാശം നരകത്തിന്റെ തീയെ കെടുത്തിക്കളയും. വഫിൽ ഹദീസ്, ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, തഖൂലു നാറു ലിൽ മുഅ്മിൻ, നരകം മുഅ്മിനായ ഒരു വ്യക്തിയോട് പറയും, ജുസ് ഫഖദ് അത്ഫഅ നൂറുക ലഹബി, മതി, നിന്റെ ആ പ്രകാശം, നിന്റെ നൂറ് എന്റെ തീയിനെ കെടുത്തി കളഞ്ഞിരിക്കുന്നു. ഈ ഹദീസിൽ ചില വഅഫുണ്ടെങ്കിലും ധാരാളം കിതാബുകൾ ഉലമാക്കൾ ഉദ്ധരിക്കാറുള്ളതാണ്. ഇതേ ആശയത്തിൽ ഒരു തഫ്സീറുമുണ്ട്. അടുത്തൊരു കാര്യം കൂടി പറയാം. വഫിൽ മുസ്നദ് അൻ ജാബിരിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഒരു റിവായത്ത് വന്നിട്ടുണ്ട്, ലാ യബ്ഖാ മുഅ്മിനുൻ വലാ ഫാജിറുൻ ഇല്ലാ ദഖലഹ, ഒരു മുഅ്മിനോ ഫാജിറോ ഇല്ല, ഒരു സത്യവിശ്വാസിയോ തമ്മാടിയോ ആവട്ടെ, നരകത്തിൽ പ്രവേശിക്കാതെ ഒരാളുമില്ല. ഫതകൂനു അലൽ മുഅ്മിനീന ബറദൻ വസലാമ, മുഅ്മിനീങ്ങളുടെ മേലെ ആ നരകത്തിന്റെ തീ തണുപ്പും സമാധാനവുമാകും. കമാ കാനത് അല ഇബ്രാഹിം, ആരുടെ മേലായ പോലെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മേലായ പോലെ. ഹത്താ ഇന്ന ലിന്നാരി വജീജൻ മിൻ ബർദിഹിം, നരകത്തിന് തണുപ്പിന്റെ ഒരു ഭാഗവും ഉണ്ട്. നരകത്തിൽ കൊടും ചൂടും ഉണ്ട്, തണുപ്പുണ്ട്, അതിന്റെ ഒരു ഭാഗം ഉണ്ട്. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ഹാദാ മീറാഖുൻ വരിസഹുൽ മുഹിബ്ബൂന മിൻ ഹാലിൽ ഖലീൽ അലൈഹിസ്സലാം, ഇത് മുവഹിദീങ്ങൾക്ക്, അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിച്ചവർക്ക്, തൗഹീദ് തഹ്ഖീഖ് ചെയ്തവർക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അനന്തരമായി അവർക്ക് ലഭിക്കുന്ന കാര്യമാണ്. ഇതിൽ പറഞ്ഞ ഈ രണ്ട് ഹദീസുകളും വഅഫുള്ളതാണ്. പക്ഷെ ഇതിന്റെ ആശയം ഖുർആനിലെ ഒരു ആയത്തിന്റെ തഫ്സീറിൽ ഉലമാക്കൾ പറയാറുണ്ട്. ആയത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂറത്ത് മറിയമിലെ 71, 72 ആയത്തുകളാണ്. അതിലെന്താണ് പറയുന്നത്? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, നിങ്ങളിൽ ഒരാളും തന്നെയില്ല നരകത്തിലേക്ക് വരാതെ. സുമ്മ നുനജ്ജിൽ, അത് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള ഖണ്ഡിതമായിട്ടുള്ള ഒരു കാര്യമാണ്. സുമ്മ നുനജ്ജിൽ ലദീന തഖവ വനദറു الظാലിമീന ഫീഹാ ജിസിയ, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തഖ്വയുണ്ടായിരുന്ന ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും വാലിമീങ്ങൾ അതിൽ മുട്ടുകുത്തി വീഴുകയും അതിൽ വെന്തരികയും ചെയ്യുമെന്ന്. ഈ ആയത്തിൽ വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നരകത്തിൽ വരാതെ ഒരാളുമില്ല എന്നതിന് രണ്ട് തഫ്സീറുകളാണ് പണ്ഡിതന്മാർക്കിടയിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകത്തിന് മുകളിലുള്ള സിറാത്തിലൂടെ കടന്നു പോകുന്നതാണ്. ആ സിറാത്തിലൂടെ കടന്നു പോകുമ്പോൾ നരകത്തിന്റെ പുകയും മറ്റും അതിലേക്ക് എത്തുന്ന അവസ്ഥയിലുണ്ടാകും. ആ കടന്നു പോകലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു തഫ്സീർ. രണ്ടാമത്തെ തഫ്സീർ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ വായിച്ച ഹദീസിന്റെ ആശയമാണ്. ഏതൊരാളും, ഒരു മുഅ്മിനും ഫാജിറുമാവട്ടെ, അവൻ നരകത്തിൽ പ്രവേശിക്കും. പക്ഷേ ആ മുഅ്മിനിന് നരകത്തിന്റെ ചൂടോ മറ്റോ ഒന്നും അനുഭവിക്കില്ല. ഏറ്റവും നല്ല സുരക്ഷിതമായിട്ടുള്ള അവസ്ഥയായിരിക്കും നരകത്തിൽ ആ പ്രവേശിക്കുന്ന സമയത്തുണ്ടാവുക. നരകത്തിൽ ഓരോ ആളുകൾക്കും സ്ഥാനമുണ്ട്. ഒരാൾ സ്വർഗാവകാശിയാകുമ്പോൾ, ഒരു മുസ്ലിം സ്വർഗാവകാശിയാകുമ്പോൾ അവന്റെ സ്ഥാനത്തേക്ക് ഒരു ജൂതനോ നസ്രാനിയോ എത്തുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ നരകത്തിലേക്ക് പ്രവേശിച്ച് അവന്റെ സ്ഥാനം കാണിച്ചു കൊടുക്കും. അവന് ഈ തൗഹീദ് ഇല്ലായിരുന്നെങ്കിൽ, അവന് അല്ലെങ്കിൽ ഷിർക്കിലോ കുഫറിലോ ആയിരുന്നെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയെ കാണിച്ചു കൊടുക്കും, അവന് കൂടുതൽ സന്തോഷത്തിന് വേണ്ടി. അപ്പൊ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകത്തിൽ പ്രവേശിക്കുമെന്ന് തന്നെയാണ്. പക്ഷെ മുഅ്മിനീങ്ങൾക്ക്, മുത്തഖീങ്ങൾക്ക് ഒന്നും ബാധിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് ആശയം. ഈ ആശയം പറയാനുള്ള കാരണം, ഇതിൽ എല്ലാ വാരിദുഹ എന്ന വാക്ക് ഖുർആനിൽ എവിടെയെല്ലാം ബുറൂദ് വരിക എന്നുള്ള ആശയം വന്നിട്ടുണ്ടോ അതിന്റെ എല്ലാം ആശയം പ്രവേശിക്കുക എന്നുള്ളതാണ്. മുഹമ്മദ് അൽ അമീൻ അഷ്ശൻഖീതി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ അദ്വാഉൽ ബയാൻ എന്നുള്ള തഫ്സീറിൽ അദ്ദേഹം ഈ വിഷയം പറയുന്നുണ്ട്. ബുറൂദ് എന്നുള്ള വാക്ക് ഖുർആനിൽ വന്നിട്ടുള്ള അർത്ഥം എന്തർത്ഥത്തിലാണ്?
അദ്ദുഖൂൽ പ്രവേശിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ചില ആയത്തുകൾ കാണാം സൂറത്തുൽ അംബിയായിൽ ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് ഹസബു ജഹന്നമ അൻതും ലഹാ വാരിദൂൻ, നിങ്ങളും നിങ്ങൾ ആരാധിച്ചിരുന്നവരും നരകത്തിലേക്ക് വരുന്നതാണ്, പ്രവേശിക്കുന്നതാണ്. അന്നാറ വബിഅ്സൽ വിർദുൽ മൗറൂദ്, നരകം പ്രവേശിക്കുന്നവർക്ക് ഏറ്റവും മോശമായിട്ടുള്ളത്. അങ്ങനെ ആ അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രവേശിക്കും എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു കാണാം. ഇവിടെ നമ്മൾ ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ള പറഞ്ഞ ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്ന, അള്ളാഹുവിനോടുള്ള ഇഷ്ടം യഥാർത്ഥ രൂപത്തിൽ തെളിയിച്ചു കൊടുക്കുന്ന ആളുകൾ, അതിന് ഏറ്റവും മാതൃക ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിൽ നിന്ന് ഒരു കുഴപ്പവുമില്ലാതെ പുറത്തിറങ്ങിയതുപോലെ നരകത്തിൽ പ്രവേശിക്കുന്ന മുവഹ്ഹിദീങ്ങൾ, തൗഹീദ് സാക്ഷാത്കരിച്ച പൂർത്തീകരിച്ച ആളുകൾ, റിയായിന്റെയോ ആളുകളെ പറ്റിയിട്ടല്ല, തൗഹീദിന്റെ പൂർണ്ണത, നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന ആ തൗഹീദിന്റെ പൂർണ്ണത എത്തിയ ആളുകൾ നരകത്തിൽ പ്രവേശിച്ചാൽ ഒരു കുഴപ്പവുമില്ലാതെ അവർ പുറത്തേക്ക് വരും, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉണ്ടായതുപോലെ എന്ന് പറയുകയാണ്. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നു, നാറുൽ മഹബ്ബതി ഫീ ഖുലൂബിൽ മുഹിബ്ബീന തഖാഫു മിൻഹാ നാറു ജഹന്നം. ഇവിടെ ആ ആശയത്തെ തന്നെ, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ആ ഒരു അഗ്നി ഖൽബിലുള്ള മുഅ്മിനിന്റെ യഥാർത്ഥത്തിൽ നരകത്തിന്റെ തീ ഭയപ്പെടുന്നു, അതായത് ആ നരകത്തിൽ അവർ പ്രവേശിക്കുകയില്ല എന്നറിയിക്കാൻ. ഇനി ചില ബൈത്തുകളും ചില റിവായത്തുകളും ഉണ്ട്, അതിൽ അധികവും സഹീഹുമല്ല, അതിന്റെ അർത്ഥം സരീഹുമല്ല. എന്റെ റിവായത്തും ശരിയല്ല, അതിന്റെ ആശയവും ശരിയല്ല. അതുകൊണ്ട് പിന്നെ ആ ഭാഗം വെറുതെ നമ്മൾ വായിച്ചിട്ട് അത് ഇല്ല എന്ന് പറയുന്നില്ല, അത് നമ്മൾ ഒഴിവാക്കുകയാണ്. കുറച്ച് ബൈത്തുകളും ആ ഭാഗങ്ങളും. ഇനി മാലിൽ ആരിഫീന ശുഗ്ലുൻ ബിഗൈരി മൗലാഹും വലാ ഹമ്മുൻ ഫീ ഗൈരിഹി എന്ന് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്ന, മനസ്സിലാക്കുന്ന, അത് പൂർത്തീകരിക്കുന്ന ആളുകൾ, അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ തിരക്കും അവരുടെ ചിന്തയും അവരുടെ റബ്ബിനെ കുറിച്ചായിരിക്കും. അതിൽ നിന്ന് തെറ്റിക്കുന്ന മറ്റൊരു ചിന്തയും അവർക്ക് ഉണ്ടാവുകയില്ല. ഖാല ബഅ്ദുഹും, ചില സലഫുകൾ പറഞ്ഞു കാണാം, മൻ അഖ്ബറക അന്ന വലിയഹു ലഹു ഹമ്മുൻ ഫീ ഗൈരിഹി ഫലാ തുസദ്ദിഖുഹു. അള്ളാഹുവിന്റെ ഒരു വലിയന് അള്ളാഹു അല്ലാതെ അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്ന് തെറ്റിക്കുന്ന മറ്റെന്തെങ്കിലും ചിന്തയുണ്ട് എങ്കിൽ അവൻ യഥാർത്ഥത്തിൽ അതിൽ സത്യസന്ധനല്ല എന്ന് മനസ്സിലാക്കുക. അതായത് ത്വബഈയായിട്ട് മനുഷ്യന് പല ഇഷ്ടങ്ങളും ഉണ്ടാവും. പ്രകൃതിയ മനുഷ്യനുണ്ടാകുന്ന അവന്റെ ഇഷ്ടങ്ങൾ ഉണ്ടാവും, അവന്റെ മക്കളോട്, അവന്റെ ഭാര്യയോട്, മാതാപിതാക്കളോട്, അല്ലെങ്കിൽ വല്ല ഭക്ഷണത്തിനോട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോട് പ്രകൃതിയാ ഉണ്ടാകുന്ന ഇഷ്ടം. അതല്ല പറയുന്നത്. അള്ളാഹുവിന്റെ ആ ചിന്തയിൽ നിന്ന് തെറ്റിക്കുന്ന രീതിയിൽ, ഇതിനോടുള്ള ഇഷ്ടമാണെങ്കിലും ആ തെറ്റിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അള്ളാഹുവിന്റെ വലിയന് ഉണ്ടാവുകയില്ല. വകാന ദാവൂദ് അസ്താഇ യഖൂലു ഫിൽ ലൈൽ, സലഫുകളിൽപ്പെട്ട വളരെ ജാഹിദായിരുന്ന, ആബിദായിരുന്ന ഒരു വ്യക്തിയാണ് ദാവൂദ് അസ്താഇ. അദ്ദേഹം രാത്രിയിൽ ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവിനോടുള്ള മുനാജാത്തിന്റെ സമയത്ത് അദ്ദേഹം പറയുമായിരുന്നു, ഹമ്മുക അത്തല അലയ്യൽ ഹുമൂമ. അള്ളാഹുവിനോട് പറയുന്ന വാക്കാണ്, നിന്നെ കുറിച്ചുള്ള ചിന്ത, ബാക്കിയുള്ള ചിന്തകൾ എന്നിൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത തെറ്റിക്കുന്ന വേറൊന്നിലേക്കും ഞാൻ പോകാറില്ല, ഞാൻ പരിശ്രമിക്കാറുണ്ട് അതിന്. വഹാല ബൈനി വബൈന സുഹാദി, മറ്റുള്ള ചിന്തകളിൽ മുഴുകുന്നതിനെ തൊട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത എന്നെ തടയുന്നു. വശൗഖി ഇല നവരി ഇലൈക ഔബഖ മിന്നിൽ ലദ്ദാത്ത്, നിന്നെ കാണാനുള്ള ആഗ്രഹം അതെന്നിൽ മറ്റുള്ള ആസ്വാദനങ്ങളെ ഇല്ലാതാക്കുന്നു, അതിനേക്കാൾ ഉന്നതിയിൽ അതാണ് നിൽക്കുന്നത്. അഥവാ ദുനിയാവിൽ ഒരടിമക്ക് അനുഭവിക്കുന്ന, മനസ്സിന് ലഭിക്കുന്ന ആസ്വാദനങ്ങളിൽ ഏറ്റവും വലുത് അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ വന്നിട്ടുണ്ട്, വഅസ്അലുക ലദ്ദത്തൻ നവരി ഇലാ വജ്ഹിക് വശൗഖ ഇലാ ലിഖായിക്. അള്ളാഹുവേ, നിന്നെ കാണുമ്പോഴുള്ള ആസ്വാദനത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്നെ കാണാനുള്ള അതിയായ ആഗ്രഹത്തെയും ചോദിക്കുന്നു. ഈ ഹദീസിനെ വിശദീകരിക്കുന്ന ഇടത്ത് ഉലമാക്കൾ പറഞ്ഞു, പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനം അള്ളാഹുവിനെ കാണലാണ്. അത് ഈ ദുആയിൽ ചോദിക്കുന്നുണ്ട്. ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹവും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ആ കാര്യങ്ങളാണ്. അതിനെയും ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ആഗ്രഹവും ആ ചിന്തയും കാരണത്താൽ അതിന്റെ ആസ്വാദനം മറ്റുള്ള ആസ്വാദനത്തെക്കാൾ മുന്തി നിൽക്കുന്നതാണ്. വഹാല ബൈനി വബൈന ശഹവാത്ത്, ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ എന്റെ ഹറാമായ ഇച്ഛകളെ തൊട്ട് ആ ചിന്ത, നിന്നെ കാണണമല്ലോ, നിന്നെ കണ്ടുമുട്ടണമല്ലോ എന്നുള്ള ആഗ്രഹം എന്നെ തടയുന്നു. ഫഅന ഫീ സിജ്നിക അയ്യുഹൽ കരീമു മത്ലൂബ്, കരീമായിട്ടുള്ള, തേടപ്പെടുന്നവനായിട്ടുള്ള, ഞാൻ ആഗ്രഹിക്കുന്നവനായിട്ട് റബ്ബിനെ വിളിച്ച് പറയാണ്, ഞാൻ നിന്റെ തടവിലാണ്. അഥവാ അള്ളാഹുവെ, നിന്നോട് എനിക്ക് അത്രത്തോളം ഇഷ്ടമുണ്ട്, നിന്നെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് അറിയിക്കുന്ന വാക്കുകളാണ്. അതായത് പിന്നെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാന ചിന്ത
അത് അള്ളാഹുവും പരലോകവുമായിരിക്കണം. അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹവും പരലോകത്ത് നമുക്ക് ഒരുക്കിയിട്ട് അനുഗ്രഹങ്ങളും. ബാക്കിയുള്ള തബഈയായിട്ടുള്ള പ്രകൃതിയ മനുഷ്യനുണ്ടാകുന്ന ആഗ്രഹങ്ങൾ നബിമാർക്ക് ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടമുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളും അത്തറുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയപ്പെടുന്ന മൂസാ നബി അലൈഹി ഇസ്ലാം ആവട്ടെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആവട്ടെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ മലക്കുകൾ വന്ന സമയത്ത് അവർ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഇബ്രാഹിം നബിക്ക് പേടിയുണ്ടായി. മൂസാ നബി അലൈഹി ഇസ്ലാം സാഹിര്യങ്ങൾ സിഹർ ചെയ്ത് കണ്ടപ്പോൾ ഉള്ളിൽ ഒരു പേടിയുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഇതിനെതിരായിട്ടുള്ളതല്ല, പ്രകൃതിയ മനുഷ്യൻ ഉണ്ടാകുന്നതാണ്. പക്ഷേ പ്രധാനപ്പെട്ട ചിന്ത എന്ന നിലയ്ക്ക് അള്ളാഹുവിന്റെ ചിന്തയിൽ തെറ്റിക്കുന്ന രീതിയിൽ വേറൊന്നും ഉണ്ടാകാതെ ഉള്ളവരാണ് അള്ളാഹുവിന്റെ വലിയകൾ. എന്നിട്ട് പറയാണ് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാ, ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ഇദാ ഫഹിംതും ഹാദൽ മഅന, ഈ ഒരു അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ ഈ കിതാബിന്റെ ആദ്യം മുതൽ വിശദീകരിച്ചിട്ടുള്ള ഈ ആശയം നിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഫഹിംതും മഅന ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണ് ഹദീസ്? മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഷഹാദത്ത് ചെയ്യുന്നത്, സിദ്ഖൻ മിൻ ഖൽബിഹി, അവന്റെ ഖൽബിൽ സിദ്ഖോടുകൂടി, സത്യസന്ധതയോടുകൂടി, ഹറമഹുല്ലാഹു അലന്നാർ, അവന് നരകം ഹറാമായിരിക്കും, അള്ളാഹു അവന്റെ മേലെ നരകം ഹറാമാക്കുമെന്ന്. അതായത് ഇത് ആദ്യം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ഈ ദർസിൽ ആദ്യം പറഞ്ഞത് എന്താണ്? നരകം ഹറാമാക്കുന്ന തൗഹീദുള്ള ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾ അവരാരാണ് എന്ന ചർച്ചയാണ് ഈ കിതാബിന്റെ തുടക്കം. ആ ചർച്ച തുടങ്ങിക്കൊണ്ട് പറയാണ്, ഈ പറഞ്ഞ ഈ ആശയം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകും ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നരകം ഹറാമാക്കപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്, ആർക്കാണ് നരകത്തിൽ പ്രവേശിക്കാതെ നേരെ സ്വർഗത്തിൽ കിടക്കാൻ പറ്റുന്ന ആളുകൾ ആരാണ്, സിദ്ഖോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ എന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് പറയാണ്, ഫഅമ്മാ മൻ ദഖല അന്നാറ മിൻ അഹ്ലി ഹാദിഹിൽ കലിമ, ഈ ഒരു കലിമത്തിന്റെ ആളായിട്ടും നരകത്തിൽ കിടക്കേണ്ടി വരുന്ന ആളുകൾ, തൗഹീദ് അടിസ്ഥാനമുണ്ട്, അസ്ലിയായ തൗഹീദ് ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്, അള്ളാഹുവിനെ മറ്റൊന്നിനും പങ്കു ചേർക്കാത്തവരാണ്, എന്നിട്ടും നരകത്തിൽ കിടക്കുന്ന ആളുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ കിടക്കാനുള്ള കാരണം ഫലിഖില്ലത്തി സിദ്ഖിഹി ഫീ ഖൗലിഹാ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൽ സിദ്ഖിന്റെ കുറവ് കാരണത്താൽ മാത്രമാണ്. അവർക്ക് റിയാവ് ബാധിക്കുന്നതും മഅസിയത്തുകൾ തുടർന്നു പോകുന്നതും വൻപാപങ്ങൾ സംഭവിക്കുന്നതുമെല്ലാം ഈ കലിമത്തിന്റെ സിദ്ഖിന്റെ കുറവാണ്. ഫഇന്ന ഹാദിഹിൽ കലിമത ഇദാ സദഖത് തഹറത്തുൽ ഖൽബ മിൻ കുല്ലി മാ സിവല്ലാഹ്, ഈ കലിമത്തിനോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനോട് സിദ്ഖ് ഉണ്ട് എങ്കിൽ, അത് സത്യസന്ധമായ ഒരാളുടെ ഉള്ളിൽ ഉണ്ടായാൽ അത് അവന്റെ ഖൽബിനെ ശുദ്ധീകരിക്കും. അള്ളാഹു അല്ലാതെ മറ്റൊന്നിലേക്കും ഒരു തരത്തിലുള്ള ഉബൂദിയത്തിന്റെ അംശവും നൽകാത്ത രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ സിദ്ഖ് അവന്റെ ഖൽബിനെ, ആ കലിമത്ത് ശുദ്ധീകരിക്കും. വമതാ ബഖിയ ഫിൽ ഖൽബി അസറുൻ ലിസിവല്ലാഹ് ഫമിൻ ഖില്ലത്തി സിദ്ഖി ഫീ ഖൗലിഹാ, അള്ളാഹു അല്ലാതെ മറ്റെന്തെങ്കിലും അവന്റെ ഖൽബിൽ ഉബൂദിയത്തിന്റെ ഇനത്തിലേക്ക് വരുന്ന രീതിയിൽ എന്തെങ്കിലും ബാക്കിയാകുന്നുണ്ട് എങ്കിൽ അതിനുള്ള കാരണം അവന്റെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിലെ സിദ്ഖിന്റെ കുറവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയിലെ സിദ്ഖിന്റെ കുറവാണ്. അള്ളാഹു അല്ലാത്ത വേറെ ആളെങ്കിലും നമ്മുടെ കർമ്മങ്ങൾ കാണണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന രീതിയിൽ നമ്മുടെ കച്ചവടമോ ഭാര്യയോ മക്കളോ മറ്റുള്ള കാര്യങ്ങളോ ആ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ തകർക്കുന്ന അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ഖൽബിൽ സ്ഥാനം പിടിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യം, ഹറാമുകൾ എല്ലാം, ഏതൊരു കാര്യവും ആ ഒരു അവസ്ഥയിൽ എത്തുന്നത് ഈ കലിമത്തിലെ സിദ്ഖിന്റെ കുറവാണ്. മൻ സദഖ ഫീ ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ സിദ്ഖ് കാണിക്കുകയാണ്, ലം യുഹിബ്ബ സിവാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊന്നിനെയും അവൻ ഇഷ്ടപ്പെടുന്നില്ല, പൂർണ്ണമായിട്ടുള്ള ഇഷ്ടം അള്ളാഹുവിനോടാണ്. ലം യർജു ഇല്ലാ ഇയ്യാഹ്, അള്ളാഹുവിലല്ലാതെ മറ്റൊന്നിലും അവൻ പ്രതീക്ഷ വെക്കുന്നില്ല, അവന്റെ സ്വന്തത്തിൽ പോലും. എങ്ങനെയാണ് അള്ളാഹുവിൽ ഒരാൾ പ്രതീക്ഷ വെക്കേണ്ടത്? എങ്ങനെയാണ് അള്ളാഹുവിനോട് ഒരാൾ പ്രതീക്ഷയോടെ ദുആ ചെയ്യേണ്ടത്? ഒരു ഉപമ കാണാം. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറഞ്ഞത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു കടലിൽ കപ്പലെല്ലാം തകർന്ന് ഒരാൾ മുങ്ങിപ്പോവാണ്. അപ്പൊ അയാൾക്കൊരു മരക്കഷ്ണം കിട്ടി. ആ മരക്കഷ്ണം പിടിച്ചിട്ട് അയാൾ എങ്ങനെയാണോ അള്ളാഹുവിനോട് തേടുന്നത് അതുപോലെ ആയിരിക്കണം എല്ലാ സൗകര്യങ്ങളും, തന്റെ വീട്ടിൽ തന്റെ ശിഷ്യന്മാർ, തന്റെ ജോലിക്കാർ, തന്റെ മക്കൾ, തന്റെ വാഹനം, എല്ലാ സമ്പത്ത്, എല്ലാ സൗകര്യത്തോടു കൂടി വീട്ടിലിരിക്കുന്ന ഒരാൾ അള്ളാഹുവിനോട് തേടേണ്ടത് അതുപോലെ തന്നെ ആയിരിക്കണം. കാരണം രണ്ടുപേർക്കും എന്തറിയില്ല, എങ്ങനെയാണ് എന്റെ രക്ഷ വരാൻ പോകുന്നതെന്ന് അറിയില്ല, അള്ളാഹു എന്ത് സബബിലൂടെയാണ് എന്നെ രക്ഷിക്കുന്നതെന്ന് അറിയില്ല.
ആ രീതിയിലായിരിക്കണം അള്ളാഹുവിനോട് ഒരാൾ പ്രതീക്ഷ വെക്കേണ്ടതും ദുആ ചെയ്യേണ്ടതും. എന്നിട്ട് പറയാണ്, അങ്ങനെ പ്രതീക്ഷ വെക്കുന്നവൻ ലം യഖ്ശ അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും അവൻ ഭയപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ ഗാംഭീര്യം അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്നു, അതുപോലെ ഒരാളെയും ഭയപ്പെടുന്നില്ല. ലം യതവക്കൽ ഇല്ല അലല്ലാഹ്, അള്ളാഹുവിലല്ലാതെ ഒന്നിലും അവൻ വരമേൽപ്പിക്കുന്നില്ല. ലം യുബ്ഖി ലഹു ബഖിയതൻ മിൻ ആസാരി നഫ്സിഹി വഹവാ, അങ്ങനെയുള്ള ഒരുവൻ, അങ്ങനെ ആ തൗഹീദിന്റെ എല്ലാ ഭാഗത്തിലും പരിപൂർണ തെളിയിച്ച ഒരുത്തൻ, അവന്റെ ഖൽബിൽ അള്ളാഹു അല്ലാതെ മറ്റൊന്നിനോടുള്ള ഉബൂദിയത്തിന്റെ ഒരംശവും ബാക്കിയാവുകയില്ല, അള്ളാഹുവിന് മാത്രം എന്ന അവസ്ഥയിലായിരിക്കും. ഇതാണ് നേരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന തൗഹീദ് സാക്ഷാത്കരിക്കുന്നവരുടെ അവസ്ഥ. ഇനി പല ആളുകളും ഇതുവരെയുള്ള ഈ കിതാബിന്റെ ഭാഗം വായിക്കുന്നിടത്ത് കേൾക്കുന്ന ആളുകൾ പലരും ധരിച്ചു പോകുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും പറ്റുമോ? കാരണം പാപം സംഭവിച്ചു പോയാലുള്ള അപകടം, അല്ലെങ്കിൽ അല്ലാതെയുള്ള ചിന്തകൾ വന്നാലുള്ള അപകടം, അപ്പൊ പാപം മനുഷ്യന് സംഭവിക്കില്ലേ? പാവം സംഭവിക്കുന്നതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ? സ്വാഭാവികമായിട്ടും ചിന്ത വന്നിട്ടുണ്ടാവും. അത് ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാ ആ ഒരു സംശയമാണ് ഇനി വിശദീകരിക്കുന്നത്. ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാ പറയാണ്, വമഅ ഹാദാ, ഇത്രയും പറഞ്ഞ് ഇതോടൊപ്പം തന്നെ ഫലാ തബുന്നു അന്നൽ മുറാദ് അന്നൽ മുഹിബ്ബ മുതാലബുൻ ബിൽ ഇസ്മ, നിങ്ങൾ വിചാരിച്ചു പോകരുത് അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന ഇതിൽ പറഞ്ഞ ഒരു വ്യക്തി എന്നുള്ളത് ഇസ്മത്തുള്ളവനല്ല, പാപസുരക്ഷിതരാകുമെന്ന് വിചാരിക്കരുത്. അള്ളാഹുവിനെ പൂർണ്ണമായി ഇഷ്ടപ്പെടുന്ന, തൗഹീദ് സാക്ഷാത്കരിക്കുന്ന, അള്ളാഹുവിന്റെ വലായത്ത് ലഭിച്ചിട്ടുള്ള വലിയായിട്ടുള്ള ഒരാൾ ഒരു പാപവും ചെയ്യാതെ അള്ളാഹുവിൽ നിന്ന് പാപസുരക്ഷിതത്വം ലഭിച്ച ഒരാളാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു പോകേണ്ട. വഇന്നമാ ഹുവ മുതാലബുൻ കുല്ലമാ സല്ല അയ്യതലാഫാ തിൽകൽ വസ്മ, എന്താണ് ഇതിന്റെ ഉദ്ദേശം? എപ്പോഴെല്ലാം അവന് വല്ല തെറ്റും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, വല്ല പാപവും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനെ പരിഹരിക്കാൻ വേണ്ടി അവൻ തിരിച്ചു വരുന്നവനാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശം. ഖാല സയ്യിദ് ഇബ്നു അസ്ലം, ഇനി ആ ആശയത്തെ വിശദീകരിക്കാൻ. സയ്യിദ് ഇബ്നു അസ്ലം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ലയുഹിബ്ബുൽ അബ്ദ, അല്ലാഹു ഒരു അടിമയെ ഇഷ്ടപ്പെടും. ഹത്താ യബ്ലുഗ മിൻ ഹുബ്ബിഹി ലഹു അൻ യഖൂൽ, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനോടുള്ള ഇഷ്ടം കാരണത്താൽ അള്ളാഹു പറഞ്ഞു പോകും, ഇദ്ഹബ്, നീ പോവുക, ഫഅമൽ മാ ശിഅത ഫഖദ് ഗഫർതു ലക്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിനക്ക് ഞാൻ പൊറുത്തു തന്നിരിക്കുന്നു. ഈ ഒരു വാക്ക് ഹദീസിൽ വന്നിട്ടുള്ള വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഫ്അൽ മാ ശിഅത നിഅമൽ മാ ശിഅത ഫഖദ് ഗഫർതു ലക് എന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് ഒരു കൂട്ടരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആരെ പറ്റിയിട്ടാണത്? ബദറിൽ പങ്കെടുത്ത സ്വഹാബികളെ പറ്റിയിട്ട്. ബദറിൽ പങ്കെടുത്ത സ്വഹാബികളെ നോക്കി അള്ളാഹു പറഞ്ഞ എന്താ? നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. കാരണം അള്ളാഹുവിന്റെ ഇഷ്ടം അത്രത്തോളം ലഭിച്ച ആളുകളാണ് അവർ. അവർ വലിയ ഗൗരവമേറിയ അബദ്ധങ്ങൾ പിന്നീട് ചെയ്ത ആളുകളുണ്ട് ആ കൂട്ടത്തിൽ. ഉദാഹരണം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വ്യഭിചാര ആരോപണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച കാരണക്കാരനായ മിസ്തഹ് റളിയല്ലാഹു അൻഹു, ഈ സ്വഹാബിയുടെ ഉമ്മ മിസ്തഹ് ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ, പറയുന്നതിന് മുമ്പ് മിസ്തഹിനെ പറ്റി മോശമായി പറഞ്ഞു. അപ്പൊ ആയിഷ റളിയല്ലാഹു തിരിച്ചു ചോദിച്ചൊരു മറുപടി ഉണ്ട്, ബദറിൽ പങ്കെടുത്ത ഒരാളെ പറ്റിയിട്ടാണോ അങ്ങനെ പറയുന്നത്? അതിനേക്കാൾ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഹാത്തിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫതഹിന് വേണ്ടി സഹാബികളുമായി മക്കയിലേക്ക് വരുന്നുണ്ട് എന്ന വിവരം തന്റെ കുടുംബക്കാർക്ക് കത്തെഴുതിക്കൊണ്ട് ഖുറൈശികൾക്ക് അറിയിച്ചു. ചാരപ്പണി പോലെയുള്ള കാര്യമാണ്, അത്ര ഗൗരവമുള്ള കാര്യമാണ്. അലി റളിയല്ലാഹു അൻഹു പോലെ സഹാബികൾ ഈ സഹാബിയെ പിടിക്കുകയും വധിച്ചു കളയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ അറിയോ? ബദറിൽ പങ്കെടുത്തവനാണ്. അപ്പൊ ഈ വാക്ക് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു അസർ, വഖാല ശഅബി റഹിമഹുല്ലാഹ്, ശഅബി റഹിമഹുല്ലാഹ് പറഞ്ഞു കാണാം, ഇദാ അഹബ്ബ അല്ലാഹു അബ്ദൻ ലം യളുറഹു ദംബുഹു, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ പാപം പിന്നെ അവനൊരു ദോഷം ചെയ്യില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് എന്ന് പറയാണ്, വതഫ്സീറു ഹാദൽ കലാം, ഈ വാക്കിന്റെ, ഈ പറഞ്ഞ ആശയത്തിന്റെ വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോന്നിയ പോലെ പാപം ചെയ്യാന്നാണോ? അള്ളാഹ് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവിടെ എനിക്ക് എന്തും ചെയ്യാന്നാണോ? ഇപ്പൊ ചില ആളുകൾ പറയുന്ന പോലെ ഉന്നതമായ സ്ഥാനത്തുള്ള വലിയാണ്, അവൻ നിസ്കാരം ആവശ്യമില്ല, നോമ്പ് ആവശ്യമില്ല, എന്തു പാപവും ചെയ്യാം, അതാണോ? അല്ല. ഇതോട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് അവന്റെ അടിമകളിൽ ആരെങ്കിലും ഇഷ്ടമായി കഴിഞ്ഞാൽ അവന് പ്രത്യേകമായ സഹായം അള്ളാഹു നൽകും.
فكلما زلق ذلك العبد في هوة الهوى എപ്പോഴെല്ലാം അവൻ അവന്റെ ഇച്ഛയുടെ കെണിയിൽപ്പെട്ട് എന്തെങ്കിലും പാപത്തിലോ മറ്റോ വീണുപോയാൽ അഖദ ബിയദിഹി ഇലാ നജ്വത്തിൻ നജാത്ത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുമായി രഹസ്യ സംഭാഷണത്തിനുള്ള അവസരത്തിന് അവന് അവസരം ഒരുക്കി കൊടുക്കും. അവന് അല്ലാഹുവിനോട് അത് ഏറ്റു പറയാനുള്ള അവസരം. വയുയസ്സിറു ലഹു അസ്ബാബ തൗബ അവന് തൗബ ചെയ്യാനുള്ള അവസരം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. യുനബ്ബിഹുഹു അലാ ഖുബ്ഹി ദല്ലതി അവന് പറ്റിയ അബദ്ധത്തിന്റെ പാപത്തിന്റെ മ്ലേച്ഛമായ അവസ്ഥ അവനെ അറിയിച്ചു കൊടുക്കും. ഫയഫ്സഉ ഇലൽ ഇഅ്തിസാർ ഭയപ്പാടോടുകൂടി അവൻ അല്ലാഹുവിന്റെ അടുക്കൽ ഉദ്ർ ബോധിപ്പിക്കാൻ എനിക്ക് പറ്റിപ്പോയതാണ് എന്നുള്ള ആ ഏറ്റു പറയാൻ അവസരം കൊടുക്കും. വയബ്തലീഹു ബിമസാഇബി മുകഫിറത്തിൻ ലിമാ ജന അവന് സംഭവിച്ചിട്ടുള്ള ആ കാര്യത്തിൽ ആ കാര്യം പൊറുക്കപ്പെടാനുള്ള കാരണങ്ങളായിട്ട് ചില മുസീബത്തുകൾ അവനെ ബാധിപ്പിക്കും. ഈ ഒരു അവസ്ഥയിൽ അവനെ അള്ളാഹു ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. അതായത് ഈ പാപങ്ങൾ സംഭവിക്കുക എന്നുള്ളത് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ആ പാപത്തിനോടുള്ള ഇഷ്ടത്തോടു കൂടി ആ പാപത്തിൽ മുഴുകുന്ന ആളുകൾ, അവരതിനോടുള്ള താല്പര്യങ്ങൾ മുഴുകി പോകുന്ന ആളുകളുണ്ടാവും. രണ്ടാമതൊരു കൂട്ടം ആളുകളുണ്ട്, അവർ അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി സ്വന്തത്തിനോട് ജിഹാദ് ചെയ്യുന്ന, എല്ലാവിധ പരിശ്രമങ്ങളും ചെയ്യുന്ന ആളുകളായിരിക്കും. അവർ ചിലപ്പോൾ പാപത്തിൽ വീഴും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ പാപങ്ങൾക്കുള്ള അവസരം അള്ളാഹു ഒരുക്കി കൊടുക്കും. സലഫുകൾ പറഞ്ഞു കാണാം, ചില ആളുകൾ അവരുടെ പാപങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ കടക്കുകയും അവരുടെ നന്മകൾ കൊണ്ട് നരകത്തിൽ കടക്കുകയും ചെയ്യും. എങ്ങനെയുള്ള ആളുകളാ? പാപം കൊണ്ട് സ്വർഗത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ചില പാപം സംഭവിച്ചു പോയാൽ പൊട്ടിത്തകർന്ന് തൗബ ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ട് അവർ തൗബ ചെയ്ത് മടങ്ങും. നന്മ കൊണ്ട് നരകത്തിൽ കിടക്കുമെന്ന് പറഞ്ഞാൽ നന്മ ചെയ്ത് ഉജുബും റിയാവും എല്ലാമായിട്ട് ഉജുബ് സംഭവിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളെ സംഭവിച്ച് നരകാവകാശിയാകുന്ന അവസ്ഥയുണ്ടാവും. അപ്പോ ഈ ചില ആളുകൾക്ക് ഉജുബ് സംഭവിക്കാതിരിക്കുക, ഉജുബ് എന്ന പാപത്തിനേക്കാൾ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ലം തകൂനു തുജ്നിബൂൻ ലഖിഫ്തു അലൈക്കും അക്ബർ മിൻ ദാലിക് നിങ്ങൾ പാപം ചെയ്യുന്നില്ല എങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യം ഞാൻ ഭയപ്പെടുന്നുണ്ട്. എന്താ? അൽ ഉജുബ്. അത് ഉജുബാണ്. അപ്പൊ ചില ആളുകൾ അവർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിൽ അവർക്ക് ഉജുബ് വന്നു തുടങ്ങുന്നുണ്ട് എന്നുള്ളതുണ്ടായാൽ അള്ളാഹുവിന് അവരോടുള്ള ഇഷ്ടം കാരണത്താൽ ചില പാപങ്ങളിൽ വീഴുന്ന അവസ്ഥയുണ്ടാകും. അത് സംഭവിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, അള്ളാഹുവിന്റെ ആ തൗഫീഖ് നഷ്ടപ്പെട്ടാൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ പെട്ടെന്ന് തന്നെ വളരെ ദുഃഖത്തോടു കൂടി തകർന്നടിഞ്ഞ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങും. അതിനുള്ള അവസരം അള്ളാഹു നൽകും. അങ്ങനെ അള്ളാഹു ഒരു കാത്ത് സംരക്ഷിക്കും. അതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ പാപം സംഭവിച്ചു പോയാലുള്ള ആളുകളുടെ അവസ്ഥ. അങ്ങനെ അവസ്ഥ ഉണ്ട്. ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തന്നെ ഷറഹ് ഹദീസ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്നൊരു ഒരു ദുആന്റെ ലഫ്ദ് ഉണ്ട്. സാധാരണ തൽബിയത്തല്ല, വേറൊരു ദുആ. അതിന്റെ ഒരു വിശദീകരണം ഉണ്ട് അദ്ദേഹത്തിന്. ആ ദുആന്റെ റിവായത്ത് വൈഫാണ്, പക്ഷെ അദ്ദേഹം അതിന്റെ വിശദീകരണം എഴുതിയിട്ടുണ്ട്. സഹിയാന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അല്ലാഹു അഅലം. അല്ല, സലഫുകൾ പറഞ്ഞ വാക്ക് കാണാം, ഇദാ അഹബ്ബ അല്ലാഹു അബ്ദൻ ലം യദുർറഹു ദംബുഹു ഒരടിമയെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അവന്റെ പാപങ്ങൾ അവനൊരു ദോഷം ചെയ്യില്ല. വമുറാദുഹു അതിന്റെ ഉദ്ദേശം അന്നഹു യംഹൂഹു അൻഹു അത് അല്ലാഹു അവനിൽ നിന്ന് മായ്ച്ചു കളയും. വറുബ്ബമാ യജ്അലു ദംബ് ഫീ ഹഖ്ഖിഹി സബബൻ ലിശിദ്ദതി ഖൗഫിഹി മിൻ റബ്ബിഹി വദുല്ലിഹി വൻകിസാരിഹി ലഹു യഥാർത്ഥത്തിൽ ആ പാപം അള്ളാഹുവിനോടുള്ള ഭയം വർദ്ധിക്കാനും അള്ളാഹുവിന് മുമ്പിൽ കൂടുതൽ കീഴൊതുങ്ങാനും പൊട്ടിത്തകരാനുമുള്ള ഒരു കാരണമായി മാറും. ഫയകൂനു സബബൻ ലിറഫ്ഇ ദറജതി ദാലികൽ അബ്ദി ഇൻദഹു ആ പാപം ചിലപ്പോൾ പിന്നീട് അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ ദറജ കൂടാനുള്ള ഒരു കാരണമായി തീരും. വൈദാ ഖദല അബ്ദൻ വഖളാ അലൈഹി ബിദംബിൻ ലം യുവഫിഖ്ഹു ലിശൈഇൻ മിൻ ദാലിക് ഒരാൾ പാപം ചെയ്തു, അള്ളാഹു അവന് തൗബക്കോ മറ്റൊന്നിനും ഒരു തൗഫീഖ് നൽകിയില്ല. ഫലഖിയ അല്ലാഹു ബിദംബിഹി മിൻ ഗൈരി സബബിൻ യംഹൂഹു അൻഹു ഫിദ്ദുനിയ ثم يؤاخذه به في الاخره فلا يغفر له അവനെ നാളെ പരലോകത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുക, ആ പാപം പൊറുക്കപ്പെടാൻ ഒരു കാരണവുമില്ലാതെ അതിന് ശിക്ഷ വാങ്ങുന്ന അവസ്ഥയിലായിരിക്കും. അപ്പോ ഇവിടെ പറഞ്ഞെന്താണ്, ഈ തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും നിബന്ധനയല്ല അവൻ ഒരു പാപം ചെയ്യാത്തവനാണ്. അള്ളാഹുവിന്റെ വലിയനുള്ള നിബന്ധനയല്ല അവനൊരു പാപം ചെയ്യാത്തവനാകണം എന്നുള്ളത്. അല്ലെങ്കിൽ യഥാർത്ഥ മുത്തഖി അവന് നിബന്ധനയല്ല ഒരു പാപവും ചെയ്യാത്ത ഒരാളാകും എന്നുള്ളത്. മനുഷ്യർക്ക് പാപം സംഭവിച്ചു പോകും, പക്ഷേ ആ പാപത്തിൽ നിന്ന് പെട്ടെന്ന് ആ പാപം കൊണ്ട് അവനൊരു ഹൈർ ഉണ്ടാകും. അള്ളാഹു തആല അതൊരു ഹൈറാക്കുന്ന അവസ്ഥയുണ്ടാകും. നീ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ വിചാരിക്കും അവൻ എന്ത് പാപം ചെയ്താലും ഇതെനിക്ക് ഹൈറായിരിക്കും, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിഫാഖിന്റെ അടയാളമായിട്ട് വീണ്ടും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകണം. ഇത് യഥാർത്ഥത്തിൽ ആർക്കാ ഉണ്ടാവുക?
ഇങ്ങനെ പാപം സംഭവിച്ച ആളുകൾ ഏറ്റവും ഭയപ്പെടുന്ന ആളുകളായിരിക്കും. ഇനിയിപ്പോ ഇത് കേട്ടിട്ട് ഒരാൾ വിചാരിക്കുകയാണ്, അപ്പൊ ഞാൻ ചെയ്യുന്ന പാപം യഥാർത്ഥത്തിൽ ഞാൻ നന്നാവാൻ വേണ്ടി അള്ളാഹുവിലേക്ക് ദർജ ഉയർത്താനുള്ള ഒരു കാര്യമാണെന്ന് വിചാരിച്ച് പാപം ചെയ്യുകയാണെങ്കിലോ, അത് അവന്റെ ഉള്ളിലുള്ള നിഫാഖാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമ അവനൊരു പാപം സംഭവിച്ചു പോയാൽ അവൻ മറ്റുള്ളവരെക്കാൾ ആ കാര്യത്തിൽ ഭയപ്പെട്ട് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന ആളായിരിക്കും. അവനൊരിക്കലും ഈ ചിന്ത ഉണ്ടാവില്ല, ഞാൻ ഈ പാപം ചെയ്തത് എന്തുകൊണ്ടാണ്, എന്നെ നന്നാക്കാൻ വേണ്ടിയായിരിക്കും, അവൻ ചിന്തിക്കില്ല. അവൻ ആ പാപത്തിനെ കുറിച്ചുള്ള വിഷമവും അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചത് എന്ന ദുഃഖവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവുമാണ് ഉണ്ടാവുക. ഇതാണ് അതിന്റെ ഉദ്ദേശം. ഇതാണ് ഈ പറഞ്ഞ ആശയത്തിന്റെ ഉദ്ദേശം. എന്നിട്ട് പറയാണ്, ഫിബഅലിൽ ആസാരി യഖൂലുല്ലാഹു തആല, ചില അസറുകളിൽ, ഇസ്രായേലിയാത്തായി വന്നിട്ടുള്ള ചില അസറുകളിൽ അള്ളാഹു പറഞ്ഞതായി കാണാം, അഹ്ലു ദിക്രി അഹ്ലു മുജാലസതി, എന്നെ സ്മരിക്കുന്ന ആളുകൾ അവരാണ് എന്റെ സദസ്സിന്റെ ആളുകളായി വരുന്നത്. വഅഹ്ലു ത്വാഅതി അഹ്ലു കറാമതി, എന്നെ അനുസരിക്കുന്ന ആളുകൾ അവരാണ് ഞാൻ ആദരവ് നൽകുന്ന ആളുകൾ. വഅഹ്ലു മഅസിയതി ലാ ഉയഇസുഹും മിൻ റഹ്മതി, എന്റെ ധിക്കരിച്ച പാപങ്ങൾ സംഭവിച്ച ആളുകൾ അവരെന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിരാശപ്പെടുത്തില്ല. ഇൻ താബു ഫഅന ഹബീബുഹും, അവർ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി ഞാൻ മാറും. വഇൻ ലം യതൂബു, ഇനി അവർ പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല, ഫഅന ത്വബീബുഹും, ഞാൻ അവരെ ചികിത്സിക്കുന്ന ഒരു വൈദ്യനായി മാറും. അഥവാ ആ പാപങ്ങൾ പൊറുക്കാനുള്ള അവസരം ഉണ്ടാക്കും. എങ്ങനെ? അബ്തലീഹിം ബിൽ മസാഇബി ലിഉതഹിറഹും മിനൽ മആഇബ്, അവരുടെ ആ ന്യൂനതകളിൽ നിന്ന് അവർ ശുദ്ധിയാകാൻ വേണ്ടി അവർക്ക് ഞാൻ മുസീബത്തുകൾ ഉണ്ടാക്കുന്ന അവസ്ഥയുണ്ടാകും. അതായത് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അടിമയാണെന്ന് വിചാരിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കുന്ന വിചാരിക്കുക, അവന് പാപങ്ങൾ സംഭവിച്ചു പോയി, ഇനി അവൻ പശ്ചാത്തപിക്കാൻ അവൻ വിട്ടുപോയി. അവൻ ചില സമയത്ത് യഥാർത്ഥ രൂപത്തിൽ നസൂഹായി പശ്ചാത്തപിക്കാനോ ഭയപ്പെടാനോ ഒന്നും സാധിച്ചില്ല എന്ന് വിചാരിക്കുക. പക്ഷെ അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടവനാണെങ്കിൽ അള്ളാഹു അവൻ എന്തു കൊടുക്കും? മുസീബത്തുകൾ ഉണ്ടാക്കും. അവന്റെ സമ്പത്തിലോ സന്താനങ്ങളിലോ സ്വന്തത്തിലോ ശരീരത്തിലോ നഷ്ടങ്ങൾ ഉണ്ടാക്കും. എന്തിനു വേണ്ടി? അവൻ ശ്രദ്ധിക്കാതെ പോയ, അവനെ അറിയാതെ പറ്റിയതായിരിക്കാം, അല്ലാതെ ആയിരിക്കാം, ആ പാപത്തിൽ നിന്ന് അവനെ ശുദ്ധിയാക്കാൻ വേണ്ടി. സഹീഹ് മുസ്ലിമിൽ عن جابر رضي الله عنه, ജാബിർ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹുമ്മ തുദ്ഹിബുൽ ഖതായ കമാ യുദ്ഹിബുൽ കീറുൽ ഖബസ്, പനി എന്നത് പാപങ്ങളെ ഇല്ലാതാക്കും. ഏതുപോലെ? ഒരു തുരുമ്പ് പിടിച്ച ഒരു ഇരുമ്പിനെ തീയിലിട്ട് ആ തുരുമ്പിനെ ഇല്ലാതാക്കുന്നത് പോലെ പനി ബാധിക്കുന്നത് പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കും എന്ന് ഹദീസ് ഉണ്ട്. ഈ ഹദീസ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സായിബ് എന്നൊരു സ്ത്രീ പനിച്ച് വിറകൊള്ളുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് പറ്റിയത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അൽ ഹുമ്മ ലാ ബാറക്കല്ലാഹു ഫീഹ, പനിയാണ്, അള്ളാഹു അതിലൊരു ബറക്കത്തും ചൊരിയാതിരിക്കട്ടെ, അള്ളാഹു ബറക്കത്ത് ചൊരിഞ്ഞിട്ടില്ല എന്നുള്ള വാക്ക് പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തസുബ്ബി അൽ ഹുമ്മ, പനിയെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ശപിക്കരുത്. നശിച്ച പനി, അങ്ങനെ ആ നിലക്ക് പനിയെ പറയരുത്. കാരണം പനി എന്നുള്ളത് ഒരാളെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ അള്ളാഹു വെച്ചിട്ടുള്ള ഒരു കാരണമാണ്. അവന് ഇഹ്തിസാബ് ഉണ്ട് എങ്കിൽ, അവൻ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ. അവിടെ പറഞ്ഞെന്താണ്? ചില പരീക്ഷണങ്ങളെ കൊണ്ട് ആ അടിമ, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അടിമ, അല്ലെങ്കിൽ അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു അടിമ, അവന് ഗഫലത്തിലായി, എന്തെങ്കിലും പാപം സംഭവിച്ചു, അറിഞ്ഞോ അറിയാതെയോ അവൻ തൗബ ചെയ്തില്ല, അപ്പൊ അള്ളാഹു തആല മുസീബത്തുകൾ നൽകും. മറ്റൊരു സംഭവം കാണാം. വഫിൽ മുസ്നദി വസഹീഹ് ഇബ്നു ഹിബ്ബാൻ, ഇമാം അഹ്മദിന്റെ മുസ്നദിലും ഇബ്നു ഹിബ്ബാന്റെ സഹീഹിലും കാണാം. അൻ അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റജുലൻ ലഖിയ ഇംറഅതൻ കാനത് ബഗിയൻ ഫിൽ ജാഹിലിയ്യ, ഒരു വ്യക്തി മുസ്ലിം ആയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾപ്പെട്ട ഒരു വ്യക്തി ഒരിക്കൽ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ മുസ്ലിം ആയിട്ടുണ്ട്. ആ സ്ത്രീ പണ്ട് വ്യഭിചാരിണിയായിരുന്ന ഒരു പെണ്ണായിരുന്നു. അപ്പൊ ഈ സ്ത്രീയെ കണ്ടു. ചിലപ്പോൾ അന്ന് വല്ല ബന്ധങ്ങൾ ഉണ്ടായതായിരിക്കും അവർ രണ്ടുപേരും. കാണാനിടയായി. ഫജഅല യുലാഇബുഹാ ഹത്താ ബസത യദഹു ഇലൈഹാ, അവർ തമ്മിൽ സംസാരിച്ച് കളിയും ചിരിയുമായി. അങ്ങനെ ഈ വ്യക്തിയുടെ കൈ ആ സ്ത്രീയുടെ മേലെ വെച്ചു, സ്പർശിച്ചു. ഫഖാലത്ത്, ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, അവർ ഗഫലത്തിലായിക്കൊണ്ട് സംസാരിച്ചു പോയതാണ്. ആ സ്ത്രീ പറഞ്ഞു, മഹ്, നിർത്ത്, അകന്ന് നിൽക്ക്. ഫഇന്നല്ലാഹ ഖദ് അദ്ഹബ ബിശ്ശിർകി വജാഅ ബിൽ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് ശിർക്കിനെ ഇല്ലാതാക്കുകയും ഇസ്ലാം നമുക്ക് നൽകിയതുമാണ് എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഓർമ്മപ്പെടുത്തി, ഗഫലത്തിൽ സംഭവിച്ചു പോയതാണ്. സ്ത്രീ ഓർമ്മപ്പെടുത്തി. ഫതറകഹ വവല്ല, അങ്ങനെ ഈ പുരുഷൻ അവളിൽ നിന്ന് മാറി
തിരിഞ്ഞുപോയി. അങ്ങനെ തിരിഞ്ഞു പോകുന്ന സമയത്ത് ഫജഅല യൽതഫിതു ഖൽഫഹു വയൻദുർ ഇലൈഹ, ഇയാൾ വീണ്ടും തിരിഞ്ഞ് ആ സ്ത്രീയെ ഒന്ന് നോക്കി, വീണ്ടും തിരിഞ്ഞ് ആ സ്ത്രീയെ ഒന്ന് നോക്കി. ഹത്താ അസ്വാബ വജ്ഹുഹു ഹായിതൻ, ആ സമയത്ത് അവിടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു മതില് ഇയാളുടെ മുഖത്ത് വന്നിട്ട് വീണു, ഇയാളുടെ മേത്ത് വന്നിട്ട് ആ മതിലിലെ കല്ലും മറ്റും വന്ന് വീണു. ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വദ്ദമു യസീലു അലാ വജ്ഹിഹി, ആ കല്ല്, ആ ചുമര് പൊട്ടി, മതില് പൊട്ടി, മുഖത്ത് കല്ല് വന്നടിച്ച് മുഖത്ത് രക്തം ഒലിക്കുന്ന അവസ്ഥയിലാണ് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് എത്തുന്നത്. ഫഅഖ്ബറഹു ബിൽ അംർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് അയാൾ നടന്ന കാര്യമൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, തിരിയാൻ നോക്കിയ സമയത്ത് എന്റെ മുഖത്ത് ഇങ്ങനെ വന്നു, അങ്ങനെയാണ് രക്തം വന്നെന്ന് പറഞ്ഞു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് എന്താണെന്ന് അറിയോ? അൻത അബ്ദുൻ അറാദല്ലാഹു ബിക ഖൈറാ, അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു അടിമയാണ് നീ, അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു അടിമയാണ് നീ. ثم قال, എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ അറാദ ബിഅബ്ദിൻ ഖൈറാ, അല്ലാഹു ഒരു അടിമയ്ക്ക് നന്മ ഉദ്ദേശിച്ചാൽ അജ്ജല ഉഖൂബതഹു ഫിദ് ദുനിയ, അവന് ദുനിയാവിൽ തന്നെ ശിക്ഷ പെട്ടെന്ന് കൊടുക്കും, ദുനിയാവിൽ തന്നെ പെട്ടെന്ന് കൊടുക്കും അവൻ എന്തെങ്കിലും പാപം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. വഇദാ അറാദ ബിഅബ്ദിൻ ശർറ, അല്ലാഹു ഒരു ഷർറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അംസക ദംബഹു, അവന്റെ പാപം അവിടെ തന്നെ തുടരുന്ന അവസ്ഥയിൽ അങ്ങനെ വെക്കും. നല്ല എളുപ്പമായിരിക്കും പാപങ്ങളുമിന്റെ, പാപം ചെയ്യാൻ എളുപ്പമായിരിക്കും, ആരും അറിയൂല, ആരും കാണൂല, അവന് ആ പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഹത്താ യുവാഫി യൗമൽ ഖിയാമ, പരലോകത്ത് അവൻ അത് പകരം ശിക്ഷ കൊടുക്കുന്നത് വരെ, പരലോകത്ത് പകരം ശിക്ഷ കൊടുക്കുന്നത് വരെ അതിൽ തന്നെ തുടരുന്ന അവസ്ഥയിൽ അവൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഈ പറഞ്ഞതിന്റെ ആശയം, ഈ പറഞ്ഞ മുഴുവൻ ആശയം. കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില അടിമകൾ ഉണ്ടാകും, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില അടിമകൾ ഉണ്ടാവും, അവർക്ക് ചില വീഴ്ചകൾ വരും. അവർക്ക് ഒന്നെങ്കിൽ അള്ളാഹു തൗബ ചെയ്യാനുള്ള അവസരം പെട്ടെന്ന് കൊടുക്കും, അല്ലെങ്കിൽ അവർ അശ്രദ്ധയിലാണെങ്കിൽ അവർ അത്രയും വലിയ നന്മ അവരുടെ ഉള്ളിൽ ഉണ്ടാകും. ഇപ്പൊ ബദറിൽ പങ്കെടുത്ത സഹാബികളോട് ഈ വാക്ക് പറയുന്നത്, ബദറിൽ അന്ന് അവർ ചെയ്തത് അത്രയും മഹത്തരായിട്ടുള്ള കാര്യമാണ്, അന്ന് അവർ തയ്യാറായത്. അതുകൊണ്ടാണ് വധിക്കപ്പെടേണ്ട കുറ്റമാണ് ഇസ്ലാമിക രാഷ്ട്രത്തിനെ ചാരപ്പണി ചെയ്യാന്നുള്ളത്. ആ സ്വഹാബിയെ വധിക്കട്ടെ എന്ന് അലി റളിയല്ലാഹു അൻഹു മറ്റും ചോദിക്കുമ്പോ റസൂൽ പറയണം അവൻ ബദറിൽ പങ്കെടുത്തവനാണ്. വേറൊരു സംഭവം കാണാം, അതുപോലെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടുള്ളത്. ഒരു സഹാബി ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത്, അബ്ദുള്ള എന്നാണ് പേര്, പക്ഷെ ആളുകൾ ഹിമാർ എന്നാണ് വിളിക്കാറുള്ളത്. കുറച്ച് തമാശയും കളിയും ചിരിയുമായിട്ടൊക്കെ നടക്കുന്ന ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലപ്പോഴും വസ്ത്രങ്ങൾ തുന്നിക്കൊടുക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ തമാശകൾ പറയുന്ന ഒരാളാണ്. പക്ഷെ ഇടയ്ക്ക് മദ്യപിച്ചു പോകും, മദ്യപിച്ച് കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാട്ടവാറടി കൽപ്പിക്കും, ചാട്ടവാറടിക്കും, പിന്നെ കുറെ കാലം നന്നാവും, സഹാബികളും റസൂലുള്ളാഹിന്റെ ഒപ്പം തമാശകളും ഒക്കെ ആയിട്ട് നിൽക്കും, പിന്നെ ഇടയ്ക്ക് പോയി മദ്യപിച്ചു പോകും, പിന്നെ അതുപോലെ വരും. അങ്ങനെ 2ഓ 3ഓ തവണ ആയപ്പോൾ ആ ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞ സമയത്ത് ഒരു സഹാബി പറഞ്ഞു, കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു, അള്ളാഹു നിന്നെ ശപിക്കട്ടെ, എത്ര തവണയാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് ചില ഹദീസുകളിൽ കാണാം, നീ അങ്ങനെ പറയരുത്, അവൻ അള്ളാഹുവിനോടും റസൂലിനോടും ഇഷ്ടമുള്ളവനാണ് പറഞ്ഞു, അവൻ അള്ളാഹുവിനോടും റസൂലിനോടും ഇഷ്ടമുള്ളവനാണെന്ന് പറഞ്ഞു. ആ പാവം സംഭവിച്ചിട്ടും അവന്റെ കൽബിലുള്ള ആ ഇഷ്ടത്തെ എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹിന്റെ റസൂല് നിരാകരിച്ചിട്ടില്ല, അത് അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഈ ഒരു ആശയത്തിൽ കാണാം. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, പാപങ്ങൾ സംഭവിക്കാതിരിക്കുക എന്നുള്ളതല്ല അള്ളാഹുവിന്റെ വലിയാകുന്നതിന്റെ അടയാളം. പൂർണ്ണമായി ഒരു പാപം ഇല്ലാതിരിക്കുന്ന ആളല്ല, പക്ഷേ അവന്റെ കൽബിൽ അള്ളാഹുവിനോട് സിദ്ഖ് ഉണ്ടാവുകയും അള്ളാഹുവിനോടുള്ള മഹബത്ത് നിറയുകയും ചെയ്ത് അള്ളാഹുവിന് അത് ബോധ്യപ്പെട്ടാൽ പല കാരണങ്ങൾ കൊണ്ട് അവന് പാപങ്ങൾ സംഭവിച്ചു പോകാം. പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, അവന്റെ ഉജ്ബ് ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന നിലക്ക് പാപങ്ങൾ സംഭവിക്കാം. അത് പൊറുക്കപ്പെടാൻ അള്ളാഹു പല കാരണങ്ങളും വെച്ചിട്ടുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ തൗബ ചെയ്യും, അല്ലെങ്കിൽ മുസീബത്തുകളെ അവന് ബാധിപ്പിക്കും. അത് മുഖേന അവൻ ആ പാപങ്ങൾ ശുദ്ധിയായി അള്ളാഹുവിന്റെ അടുക്കലെത്തും. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, യാ ഖൗം, കൂട്ടരെ, ഖുലൂബുക്കും അലാ അസ്ലി ത്വഹാറ, നിങ്ങളുടെ ഖൽബ് എന്നുള്ളത്, നിങ്ങളുടെ ഖൽബുകൾ എന്നുള്ളത് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളതാണ്, അടിസ്ഥാനപരമായിട്ട് പരിശുദ്ധമായിട്ടുള്ളതാണ്. വഇന്നമാ അസ്വാബഹാ റശാശും മിൻ നജാസത്തി ദുനൂബ്, പാപങ്ങളെ കൊണ്ടുള്ള പാപങ്ങളുടെ നജസ് എന്തെങ്കിലും നിങ്ങളുടെ ഖൽബിൽ തെറിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഫറുഷു അലൈഹ ഖലീലൻ മിൻ ദംഇൽ ഉയൂനി വഖദ് തഹറത്, വളരെ ചുരുക്കം കണ്ണുനീര് കൊണ്ടെങ്കിലും നിങ്ങൾ അതിൽ തെളിക്കുക, ആ പാപങ്ങളുടെ മേലെ തെളിക്കുക, അത് ശുദ്ധിയാകുന്നതാണ്. ആ പറഞ്ഞ ആശയം, പാപങ്ങൾ കൊണ്ട് നമ്മുടെ ഖൽബ്, നമ്മുടെ അമലുകൾ എന്തെങ്കിലും വീണു പോകുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന് മുമ്പിൽ പൊട്ടിത്തകർന്ന് കരഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഖൽബിനെ കണ്ണുനീര് കൊണ്ട് ശുദ്ധീകരിക്കുക. ഇഅ്സിമു അലാ ഫിതാമിൻ നുഫൂസി
അൻ റവാഇൽ ഹവ, അതുപോലെ തന്നെ നിങ്ങൾ ഉറച്ചു തീരുമാനിക്കുക, ഹവയുടെ ദേഹേച്ഛയുടെ മുലപ്പാൽ കൂടി നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിൽ അവസാനിപ്പിക്കുമെന്ന്. അതവിടെ നിർത്തിക്കൊള്ളുക. നിങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിച്ചുകൊള്ളുക. തൊബീബുമാർ, മുൻഗാമികളായിട്ടുള്ള വൈദ്യന്മാർ പറയാറുള്ള ഒരു വാക്കാണ് അൽ ഹിമ്യത്തു റഅ്സുദ്ദവ. ഹിമ്യത്ത് എന്ന് പറഞ്ഞാൽ പഥ്യം, ഡയറ്റ് എന്നൊക്കെ പറയില്ലേ, ഒരു ഭക്ഷണക്രമം ഒരാൾക്കുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും നല്ല മരുന്ന്. രോഗം വരാതിരിക്കാൻ ഉള്ള ഏറ്റവും നല്ല ഒരു പരിഹാരം കൃത്യമായ നല്ലൊരു പഥ്യമാണ്, ഭക്ഷണക്രമമാണ്. തൊബീബാർ പറയുന്ന ഒരു അസറാണ്. അതിന്റെ മുഴുവൻ ഭാഗം അതാണ് അൽ ഹിമ്യത്തു റഅ്സുദ്ദവ. ഒരു പഥ്യം ഉണ്ടാവുക, കൃത്യമായ ഒരു ഭക്ഷണക്രമം ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാ രോഗത്തിനുമുള്ള മരുന്ന്. വൽ മഇദതു ബൈതുദ്ദ, ഓരോരുത്തന്റെയും വയറാണ് രോഗങ്ങളുടെ ഭവനം. വഅവ്വിദു കുല്ല ജിസ്മിൻ മഅതാദ, ഓരോ ശരീരവും അതിനാവശ്യമായ രീതിയിൽ, അതെങ്ങനെയാണോ അതിനാവശ്യം, ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും, അതിനനുസരിച്ച് അതിനെ കൊണ്ടു നടക്കുക എന്ന് തുബീബർ പറയാറുള്ള വാക്കാണ്. ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു ധാരണയും ബോധവും നമുക്ക് വേണം. അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ എങ്ങനെയായിരിക്കണം, ഒരു രോഗമുള്ളവൻ അവന്റെ രോഗം ഒഴിവാകാൻ എങ്ങനെ ഭക്ഷണത്തിൽ പഥ്യം സ്വീകരിക്കുമോ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുലേക്കുള്ള യാത്രയിൽ കാര്യങ്ങൾ ചിട്ടയോടുകൂടി ഉണ്ടാവണം എന്ന് പറയാണ്. മതാ ത്വാലബത്കും ബിമഅലൂഫാതിഹ, എപ്പോഴെല്ലാം പാപങ്ങളിലേക്കുള്ള അടുപ്പം, നിങ്ങളെ ആ പാപം ചെയ്യാൻ വേണ്ടി ഹവ നിങ്ങളെ ക്ഷണിക്കുന്നുവോ, ഫഖൂലൂ ലഹ, നിങ്ങളുടെ നഫ്സിനോട് നിങ്ങൾ പറയുക, കമാ ഖാലത് തിൽകൽ മർഅതു ലിദാലിക റജുൽ അല്ലദീ ദമിയ വജ്ഹു, ആ മുഖത്ത് നിന്ന് രക്തം വാർന്നൊലിച്ച അയാളോട് ആ സ്ത്രീ പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ വാക്ക് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിൽ പറയുക. എന്താണ് ആ വാക്ക്? ഖദ് അദ്ഹബല്ലാഹു ബിശ്ശിർക്ക് വജാഅ ബിൽ ഇസ്ലാം, അള്ളാഹു ശിർക്ക് നമ്മളിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അഥവാ എല്ലാ തരത്തിലും ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമകളാകാതെ, ഹവയുടെ അടിമകളാകാതെ, അള്ളാഹുവിന്റെ മാത്രം അടിമയാകുന്ന മറ്റൊന്നിന്റെയും അടിമയാകാതെ തൗഹീദിന്റെ പരിപൂർണത നമുക്ക് തന്നതാണ്. ശിർക്ക് നമ്മളിൽ നിന്ന് ഒഴിവാക്കിയതാണ്. വജാഅ ബിൽ ഇസ്ലാം, ഇസ്ലാം നമുക്ക് കൊണ്ടുവന്നതാണ്. അത് നിങ്ങളുടെ സ്വന്തത്തിനോട് പാപങ്ങൾക്കുള്ള താല്പര്യം വരുമ്പോൾ നിങ്ങൾ പറയുക. വൽ ഇസ്ലാമു യഖ്തളി അൽ ഇസ്തിസ്ലാം വൽ ഇൻഖിയാദ ലിത്വാഅ, ഇസ്ലാം നിർബന്ധമാക്കുന്ന കാര്യമാണ് അള്ളാഹുവിനോട് പൂർണ്ണമായ കീഴൊതുങ്ങൽ, അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിക്കൽ, അള്ളാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത്. ദക്കിറൂഹ മിദ്ഹത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, അതുപോലെ തന്നെ നിന്റെ നഫ്സിനോട് നീ ഓർമ്മിപ്പിക്കുക. സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ആരാണോ എന്റെ റബ്ബ് അല്ലാഹു ആണ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞത്, സുമ്മ ഇസ്തഖാമു, പിന്നെ നേരെ ചൊവ്വേ നിന്നത്, അവർക്കുള്ള ആ പറഞ്ഞ പ്രതിഫലം ലഭിക്കുന്ന ആയത്ത് ഓർമ്മപ്പെടുത്തുക. ലഅല്ലഹ തഹിന്നു ഇലൽ ഇസ്തിഖാമ, ആ വാക്ക് ഈ കാര്യങ്ങൾ നിന്നെ ഇസ്തിഖാമത്തിലേക്ക് നയിക്കുന്നതായേക്കാം, ആ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതായേക്കാം. എന്നിട്ട് പറയാണ് അരിഫൂഹ ഇത്ലാഅ മൻ ഹുവ അഖറബു മിൻ ഹബ്ലിൽ വരീദ്, നിന്റെ നഫ്സിനെ, നിന്റെ സ്വന്തത്തെ നീ അറിയിക്കുക, പഠിപ്പിക്കുക, നിന്റെ കണ്ട നാടിയേക്കാൾ നിന്നോട് അടുത്തിട്ടുള്ള നിന്റെ റബ്ബിന്റെ നോട്ടത്തെ കുറിച്ച് നീ അറിയിക്കുക. ലഅല്ലഹ തസ്തഹി മിൻ ഖുർബിഹി വനദരിഹി, ആ സ്വന്തം നഫ്സ് ആ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അടുത്തുണ്ട്, അള്ളാഹു നോക്കുന്നുണ്ട് എന്നതിന്റെ പേരെ ലജ്ജ കാണിച്ചിട്ട് ആ പാപങ്ങളോട് താല്പര്യം തോന്നുന്ന പാപത്തെ ഒഴിവാക്കിയേക്കാം. അലം തഅലം യഅലം ബിഅന്ന അല്ലാഹ യറാ, സൂറത്തുൽ അലഖിൽ അള്ളാഹു പറഞ്ഞു, അവൻ അറിയുന്നില്ലേ അള്ളാഹു കാണുന്നുണ്ട് എന്ന്. ആരും കാണാതെ രഹസ്യത്തിൽ നമ്മൾ ചെയ്യുന്ന പാപമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതാണെങ്കിലും അവൻ അറിയുന്നില്ലേ അള്ളാഹു കാണുന്നുണ്ട് എന്ന്. സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞ പോലെ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ റബ്ബ് പതിയിരിക്കുന്ന സ്ഥാനത്ത് തന്നെയുണ്ട്, അഥവാ നിന്നെ ഏത് സമയവും നോക്കിക്കൊണ്ട് തന്നെ ഉണ്ട്. എന്നിട്ട് പറയാണ് ചില സംഭവങ്ങൾ വേറെ ആരും കാണാതെ പാപങ്ങളിൽ മുഴുകാൻ ഒരാൾ തയ്യാറായി നിൽക്കുമ്പോൾ അവിടെ അള്ളാഹുവിനെ ഓർത്ത് പിന്തിരിഞ്ഞ 1-2 സംഭവങ്ങൾ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നോട്ടമുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട് എന്ന ഭയത്താൽ ഒരു പാപത്തിനുള്ള മനുഷ്യൻ ആഗ്രഹിക്കുന്ന പാപങ്ങൾക്ക് അവസരം ലഭിച്ച് അത് ഒഴിവാക്കിയ 1-2 സംഭവങ്ങൾ കൊടുക്കുകയാണ്. റാവദ റജുലുൻ ഇംറഅതൻ ഫീ ഫലാത്തിൻ ലൈലൻ ഫഅബത്, ഒരിക്കൽ ഒരു വ്യക്തി ഒരു സ്ത്രീയുമായി വ്യഭിചരിക്കാൻ വിജനമായ പ്രദേശത്ത് ആ സ്ത്രീയുമായി എത്തി. പക്ഷെ ആ സ്ത്രീ സമ്മതിക്കുന്നില്ല, ആ സ്ത്രീ അതിനെ എതിർക്കുകയാണ്. ഫഖാല ലഹ, അപ്പോൾ ആ വ്യക്തി ആ സ്ത്രീയോട് പറഞ്ഞു, മാ യറാന ഇല്ലൽ കവാകിബ്, നമ്മൾ ആരും കാണുന്നില്ല,
ഒരു മനുഷ്യനും നമ്മെ കാണാനില്ല, ഒരാളും ഇത് അറിയില്ല, ആകാശത്തുള്ള ഈ നക്ഷത്രങ്ങൾ ഒഴികെ ഒരാളും ഇത് അറിയില്ല എന്ന് പറഞ്ഞു. ഖാലത്ത്, അപ്പോ ആ സ്ത്രീ തിരിച്ചു പറഞ്ഞു, ഫഅൈന മുകൗകിബുഹ, ആ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പ്രകാശിപ്പിച്ച ആളെവിടെ പോയി? അഥവാ അള്ളാഹു കാണുന്നുണ്ട് എന്ന് ആ സ്ത്രീ ഓർമ്മപ്പെടുത്തി. മറ്റൊരു സംഭവം, അക്റഹ റജുലു ഇംറഅതൻ അലാ നഫ്സിഹ, ഒരിക്കൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നിർബന്ധിച്ചു ഈ വ്യഭിചാരത്തിന് വേണ്ടി. പല കാരണങ്ങളാൽ ആ സ്ത്രീ സമ്മതിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, സാമ്പത്തികമായിട്ടോ മറ്റുള്ള ഞെരുക്കം, അതുപോലെ ചില സംഭവങ്ങൾ കാണാം. അങ്ങനെ വഅമറഹ ബിഗൽഖിൽ അബ്വാബ്, അങ്ങനെ ആ സ്ത്രീയോട് കവാടങ്ങളെല്ലാം അടക്കാൻ വേണ്ടി പറഞ്ഞു. ഫഫഅലത്, അവൾ അങ്ങനെ ചെയ്തു. ഫഖാല ലഹ, എന്നിട്ട് അവളോട് പറഞ്ഞു, ഹൽ ബഖിയ ബാബുൻ ലം തുഗ്ലിഖി, നീ അടക്കാത്ത ഏതെങ്കിലും കതക് നീ വിട്ടേച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കതക് നീ അടക്കാതെ വിട്ടുപോയിട്ടുണ്ടോ? ഖാലത്ത് നഅം, ഉണ്ട് എന്ന് പറഞ്ഞു. അൽ ബാബുൽ ലദീ ബൈനനാ വബൈന അല്ലാഹ്, നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള ആ കവാടം ഞാൻ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഫതറകഹ വലം യതഅറദ് ലഹ, അത് കേട്ട് ആ സമയത്ത് ഗഫലത്തിലായത് ഓർമ്മ വന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് ആ പാപത്തിൽ നിന്ന് ഒഴിവാകുകയും അയാൾ തിരിഞ്ഞു പോവുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ അറിയാം, പാപങ്ങൾ ആളുകൾ കാണണമെന്ന് ഇഷ്ടപ്പെടൂല. പാപങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ എന്താ ചെയ്യുക? ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല എന്നെല്ലാം ഉറപ്പുവരുത്തിയിട്ടായിരിക്കും കഥകളെല്ലാം അടച്ച്, ജനകളെല്ലാം അടച്ച് ആ അവസ്ഥയിലായിരിക്കും ആളുകൾ പാപങ്ങൾ ചെയ്യാൻ ഒരുങ്ങുക. പക്ഷെ ആ സമയത്ത് അള്ളാഹു കാണാതെ, അള്ളാഹു അറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയാലോ? ഇത്ര ആലോചിച്ചാൽ മതി. ഒരു പാപം ചെയ്യുന്ന സമയത്ത് ഒരാൾ അവിടെ ഉണ്ട് എങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാകും? നമ്മൾ ഒരു മാന്യനായിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മൾ ആ പാപം ചെയ്യില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമയത്തും നമ്മുടെ കാര്യങ്ങളെ കാണുന്നവനാണ്. ആ കഥ നമുക്ക് ഒരിക്കലും അടക്കാൻ പറ്റില്ല. മറ്റൊരു സംഭവം കാണാം, റഅ ബഅദുൽ ആരിഫീന റജുലൻ യുകല്ലിമു ഇംറഅതൻ, ഒരിക്കൽ സലഫുകൾ പഠിച്ച ചില ആളുകൾ, അള്ളാഹുവിനെ നന്നായിട്ട് അറിയുന്ന, അള്ളാഹുവിന്റെ വലായത്തിലുള്ള നല്ല ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ടു. അന്യപുരുഷനും സ്ത്രീയും പരസ്പരം സംസാരിക്കുന്നത് കണ്ടു. ഫഖാല, അപ്പൊ പറഞ്ഞു, ഇന്നല്ലാഹ യറാകുമാ, അള്ളാഹു നിങ്ങൾ രണ്ടുപേരെയും കാണുന്നുണ്ട്. സതറനല്ലാഹു വ ഇയ്യാകുമാ, അള്ളാഹു നമ്മെയും നിങ്ങളെയും മറക്കട്ടെ. ആളുകളുടെ മുമ്പിൽ ഈ ഒരു അവസ്ഥ, പാപങ്ങൾ വെളിവാക്കുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു മറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കടന്നുപോയി. ധാരാളം ആളുകൾ പെട്ടെന്ന് വീണുപോകുന്ന ഒരു ഫിത്നയാണ് സ്ത്രീയുടെ ഫിത്ന. വ്യഭിചാരമാവട്ടെ, അവരിലേക്ക് നോക്കുന്നതാവട്ടെ, അവരുടെ ഔറത്തുകൾ നഗ്നതയിൽ കാണുന്നതാവട്ടെ, പുരുഷന്മാർ പെട്ടെന്ന് വീണു പോകുന്ന, അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളാവട്ടെ, ഇന്ന് കാലത്ത് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്, അതിലേക്കുള്ള പ്രേരണകൾ കൂടുതലാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെങ്കിൽ തൗഹീദ് സാക്ഷാത്കരിക്കുന്ന, തൗഹീദ് ഉള്ള ആളുകൾ, പക്ഷെ അതിൽ ഏറ്റവും എളുപ്പത്തിൽ തെറ്റിക്കാൻ കഴിയുന്ന ബാബു സ്ത്രീകളുടെയാണ്, ശഹവത്തിന്റെ ഫിത്നകളിൽ, ശുഭത്തുകളിൽ, ജിയാവ് പോലെയുള്ള കാര്യങ്ങളിലും. അപ്പോൾ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട് എന്ന് ചിന്തിക്കുക മാത്രമേ വഴിയുള്ളൂ. അപ്പൊ ഈ വാക്കുകൾ പറഞ്ഞു നോക്കൂ. ഒരു പറഞ്ഞ വാക്ക് അങ്ങേറ്റ അറിവുള്ള ഒരു വാക്കാണ്. ഇന്ന അല്ലാഹ യറാകുമാ, അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്. സതറന അല്ലാഹു അയ്യാകുമാ, അള്ളാഹു നിങ്ങളെയും നമ്മെയും മറക്കട്ടെ. അഥവാ പാപങ്ങൾ സിത്തീറാണ് അള്ളാഹു തആല. ഒരിക്കലും ഒരാളുടെ പാപം ആദ്യ സമയത്ത് അള്ളാഹു ആളുകളുടെ മുമ്പിൽ വെളിവാക്കൂല. ഒരാൾ ആ പാപത്തിൽ മുഴുകുമ്പോഴാണ് അള്ളാഹു ആളുകളുടെ മുമ്പിൽ ആ പാപത്തെ വെളിവാക്കുകയുള്ളൂ. എന്നിട്ട് ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നു, സുഇലൽ ജുനൈദ് റഹിമഹുല്ലാഹ്, ജുനൈദ് റഹിമഹുല്ലാഹ് അദ്ദേഹം സലഫുകളുടെ മുൻഗാമികളിൽ തസവുഫിന്റെ മദ്ഹബിന്റെ ഇമാമായി അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. തസവുഫ് എന്ന് പറഞ്ഞാൽ പിഴച്ചതല്ല, സുഹദിന്റെയും മറ്റും. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രീതി ഖുർആന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇബ്നു തൈമിയ്യയും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എല്ലാം ധാരാളം പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ജുനൈദ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ബിമ യുസ്തആനു അലാ ഗദ്ദിൽ ബസർ, എന്താണ് ദൃഷ്ടി താഴ്ത്താൻ സഹായകമാകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിഇൽമിക അന്ന നദറല്ലാഹി ഇലൈക അസ്ബഖു മിൻ നദരിക ഇലാ മാ തൻദുറുഹു, ദൃഷ്ടി താഴ്ത്താൻ ഏറ്റവും ഉപകരിക്കുന്ന കാര്യം നീ അറിയലാണ്, നീ മനസ്സിലാക്കലാണ്. നീ എന്തിലേക്കാണോ നോക്കുന്നത്, നീ എന്താണോ കാണുന്നത്, അതിനു മുമ്പ് തന്നെ നിന്റെ മേലെ അള്ളാന്റെ നോട്ടം എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഹറാമ് നോക്കുകയാണെങ്കിൽ നീ നോക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ നോട്ടം നിന്റെ മേലെ ഉണ്ടായിട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കലാണ്. അഥവാ എപ്പോഴും അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ളത്. وقال المحاسبي رحمه الله المراقبة علم القلب بقرب الرب, മുറാഖബത്ത്, അള്ളാഹു നോക്കുന്നുണ്ട് എന്നുള്ള ബോധം, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു എടുത്തുണ്ട്, ഒപ്പമുണ്ട് എന്നുള്ള അറിവ് ഒരാൾക്ക് ഉണ്ടാകലാണ്.
അള്ളാഹുവിന്റെ മുറാഖബത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുക പറഞ്ഞാൽ അള്ളാഹു ഒപ്പമുണ്ട് എന്നുള്ള അറിവുണ്ടാകലാണ്. കുല്ലമാ ഖവിയത്തിൽ മഅരിഫതു ബില്ലാഹ് ഖവിയൽ ഹയാഉ മിൻ ഖുറബിഹി വനദരിഹി. ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, എത്രത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ഒരാൾക്ക് ശക്തമാകുന്നുവോ അത്രത്തോളം അവന് അള്ളാഹുവിനോടുള്ള ലജ്ജയും ഉണ്ടാകും. അഥവാ അള്ളാഹു ഒപ്പമുണ്ട് എന്ന നിലയ്ക്ക് പാപങ്ങളിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും എത്രത്തോളം അള്ളാഹുവിനെ അറിയുന്നുവോ അതിനടിസ്ഥാനത്തിൽ. വസ്സ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ അൻ യസ്തഹിയ മിൻ അല്ലാഹി കമാ യസ്തഹിയ മിൻ റജുലിൻ മിൻ സാലിഹി അശീറതിഹി ലാ യുഫാരിഖുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാളെ ഉപദേശിക്കുകയുണ്ടായി. എന്താണ്? നീ അള്ളാഹുവിനോട് ലജ്ജ കാണിക്കുക. ഏതുപോലെ? നിന്റെ കുടുംബത്തിൽപ്പെട്ട സ്വാലിഹായിട്ടുള്ള ഒരു വ്യക്തി നിന്റെ ഒപ്പം എപ്പോഴും എങ്കിൽ നീ എത്രത്തോളം ഹയാ കാണിക്കുന്നുവോ അതുപോലെ. നമ്മുടെ വീട്ടിലും കുടുംബത്തിലൊക്കെ നല്ല സ്വാലിഹായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളുടെ മുമ്പിൽ നമ്മൾ എന്തുണ്ടാവും? നമ്മളൊരു അടക്കമൊതുക്കം ഉണ്ടാവും. നമ്മളൊരു മാന്യത കാണിക്കാൻ ശ്രമിക്കും. ഇപ്പൊ കുറച്ച് നമുക്ക് തന്നെ കുറച്ച് താടിയും പിന്നെ നല്ല ഇസ്ലാമിക വേഷം നടന്നാൽ നമ്മൾ തന്നെ റോട്ടിൽ വല്ല സ്ത്രീകളൊക്കെ തലയിൽ തട്ടിട്ടില്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഒരു തട്ടേണ്ടത് ഉണ്ടാവും. കാരണം എന്താ? സ്വാലിഹായ വ്യക്തികളെ കാണുമ്പോൾ ഹയാ കുറച്ചെങ്കിലുള്ള ആളുകൾക്ക് എന്തുണ്ടാവും? ലജ്ജ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള നിന്റെ കുടുംബത്തിൽ ഒരാളുടെ മുമ്പിൽ നീ എങ്ങനെ ലജ്ജ കാണിക്കുന്നു? എപ്പോഴും നിന്റെ ഒപ്പം അയാളുണ്ട്. ആ രീതിയിൽ അള്ളാഹുവിനോട് നീ ലജ്ജിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. قال بعضهم സലഫുകൾ ചിലർ പറഞ്ഞു, ഇസ്തഹി മിൻ അല്ലാഹി അലാ ഖദ്രി ഖുർബിഹി മിൻക വഖഫി അല്ലാഹ അലാ ഖദ്രി ഖുദ്റതിഹി അലൈക. നീ അള്ളാഹുവിനോട് ലജ്ജ കാണിക്കുക. അള്ളാഹു നിന്നോട് എത്രത്തോളം അടുത്തിട്ടാണോ ആ അളവിൽ. നീ അള്ളാഹുവിനെ ഭയപ്പെടുക. അള്ളാഹുവിന് നിന്റെ മേലെ എത്ര കഴിവുണ്ടോ ആ അളവിൽ. അഥവാ അള്ളാഹു എത്ര അടുത്തിട്ടാണോ അതുപോലെ നീ അള്ളാഹുവിനെ ലജ്ജ കാണിക്കുക. നീ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതോ നിന്റെ മേലെ എത്ര അധികാരമുണ്ടോ അത്രത്തോളം. അള്ളാഹുവിനേക്കാൾ അടുത്തൊന്നുമില്ല. അള്ളാഹുവിനേക്കാൾ നമ്മുടെ മേലെ കഴിവുള്ള വേറൊരാളുമില്ല. കാന ബഅദുഹും യഖൂൽ സലഫുകൾ ചിലർ പറയാറുണ്ട്, മുൻദു 40 സന 40 വർഷമായിട്ട് മാ ഖതൗതു ഖുത്വതൻ ലിഗൈരില്ലാഹ് അല്ലാഹുവിനല്ലാതെ ഞാനൊരു കാലടി വെച്ചിട്ടില്ല, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ. വലാ നളർതു ഇലാ ഷൈഇൻ അസ്തഹ്സിനുഹു ഹയാഅൻ മിൻ അല്ലാഹി അസ്സ വജൽ. എനിക്ക് സൗന്ദര്യം തോന്നുന്ന ആകർഷണം തോന്നുന്ന ഒരു കാര്യത്തിലേക്കും ഞാൻ നോക്കിയിട്ടില്ല അള്ളാഹുവിനോടുള്ള ഹയാ കാരണത്താൽ. സൗന്ദര്യമുള്ള സ്ത്രീകളിലേക്കോ അല്ലെങ്കിൽ ആ കാര്യങ്ങളിലേക്ക് പാപങ്ങളിലേക്ക് അള്ളാഹുവിനോടുള്ള ലജ്ജ കാരണത്താൽ ഞാൻ നോക്കിയിട്ടില്ല എന്നൊരു ബൈത്ത് കൊടുക്കുന്നുണ്ട്. ബൈത്തിന്റെ ആശയം നാം സംസാരിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും എല്ലാം അള്ളാഹു തആല അറിയാതെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നത്. ഈ കിതാബിന്റെ ഒരു ഫസ്ലാണ് ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത ഫസ്ലിൽ ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കലിമത്തുൽ ഇഖ്ലാസിന്റെ ഫദ്ലുകൾ ധാരാളം ഫദ്ലുകൾ കൊടുത്തിരിക്കുകയാണ് അടുത്ത ഫസ്ലിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഫസ്ലിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.